നാലില്ല പിള്ളെ മികവുള്ള പിള്ളെ നാലാറിൽ നീരാടി ശുദ്ധം ചെയ്പിള്ളേ അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ പകൽ കണ്ണടച്ചാലിരുളാമോ പോട്ട സ്വന്തം പീഡിച്ചാൽ ഫജ്റാമോ പൊട്ട പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട പിന്നീന്ന് കാട്ടം ചുമെന്നോരെ കൊട്ട പെട്ടെന്ന് ചത്താൾ ചകയമല്ലേ പോട്ട പറനിന്നൂടൽക്ക് ബഹുമാനം പൊട്ട. ഇതിന്റെ ചില പ്രസംഗത്തിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു കവിതയാണ്. കാരണം ഇത് ജീവിതത്തിൽ ഒരു 10,000 തവണ ഉദ്ധരിക്കണം എന്ന് ആഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് അർത്ഥം തീരാത്ത കവിതകളാണ്. 4R എന്നാണ് പറയുന്നത്. 4R 24 അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് 24 അക്ഷരങ്ങളാണ്. 24 മണിക്കൂറാണ് ഒരു ദിവസം. ഈ ദിവസമായി മറിഞ്ഞു വരണമെങ്കിൽ ഈ 24 ഭൂമിയിൽ ഉണ്ടാവണം. ലാ തഖൂമുസ്സഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ റിവായത്തിൻ അല്ലാഹു അല്ലാഹ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുന്നത് അതാണ് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്കാ. മുതഅല്ലിമീങ്ങളെ, അഫ്ലഹ എന്ന ഫീലും അളിയല്ലേ, അതിൽ ഖദ് വന്നാൽ തഹഖീഖ് എന്നത് നിയമമല്ലേ, ഉറപ്പ് എന്ന അർത്ഥം കൂട്ടിക്കൊടുക്കണം എന്നതാണ് നിയമം. ഖദ് അഫ്ലഹ, വിജയിച്ചു, അത് ഉറപ്പാണ്, പുനഃപരിശോധനയുടെ പ്രശ്നമില്ല. ലോകത്ത് വിജയിക്കണം എന്നതാണ് എല്ലാവരുടെയും തേട്ടോ. ഹിന്ദുക്കളും പറയുന്നത് വിജയിക്കണമെന്ന, ക്രിസ്ത്യാനികളും പറയുന്നത് വിജയിക്കണമെന്നാണ്, ജൂതനും പറയുന്നത് വിജയിക്കണമെന്നാണ്. അതേ, ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും സിഖുകാരനും പറയുന്നത് വിജയിക്കണമെന്നാണ്. മതമില്ലാത്തവനും പറയുന്നത് പരാജയപ്പെടണമെന്നല്ല, വിജയിക്കണം എന്നാണ്. ലോകത്ത് കക്ഷിപക്ഷ ജാതി മത ഭേദമന്യ, വർഗവർണ്ണ ദേശഭാഷാ ഭേദമന്യ സകലരും പറയുന്നത് എനിക്ക് വിജയിക്കണം എന്നാണ്. പക്ഷേ വിജയം ആർക്കാണ് എന്ന് അള്ളാന്റെ കലാം പറയട്ടെ. അത് മൻ ഒരുത്തനാണ്. തസക്കാ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഹൃദയം പരിശുദ്ധമാക്കിയവനാണ്. ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഹൃദയം അങ്ങ് പരിശുദ്ധമാക്കിയാൽ എന്താ പിന്നെ ഉണ്ടാവുക? വദക്കറസ്മ റബ്ബിഹി, പിന്നെ അവൻ അള്ളാഹനെ അങ്ങോട്ട് ഓർക്കും. അള്ളാഹനെ അങ്ങോട്ട് ഓർത്താൽ അതിന് മാരിഫത്ത് ഉണ്ടാവും. മാരിഫത്ത് വന്നാൽ പിന്നെ പണി തുടങ്ങും. അതാണ് ഫസല്ല. ഖദ് അഫ്ലഹ മൻ തസക്കാ. ഇപ്പൊ കൽബിൽ നിന്ന് ആവശ്യമില്ലാത്തത് ഒഴിവായി. വദക്കറസ്മ റബ്ബിഹി, ആവശ്യമുള്ളത് വന്നോ. ഇനിയോ പണി തുടങ്ങി. ഫസല്ല, അത് തന്നെ ഒരു പണിയിൽ മതിയാക്കി. കാരണം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമല് നിസ്കാരമാണ്. അത് തസ്കിയത്തിന് ശേഷം മാരിഫത്ത് വന്നാൽ ആ മാരിഫത്തുള്ളവന്റെ ഏറ്റവും വലിയ ഹോബി നിസ്കാരം തന്നെ. അതല്ലേ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തപ്പെട്ടത് അഹബബ്തു എന്ന് പറഞ്ഞില്ല. ഹദീസിന് അർത്ഥം വെക്കാൻ കഴിയാത്തതുകൊണ്ട്, ആയത്ത് വ്യാഖ്യാനിക്കാൻ കഴിയാത്തതുകൊണ്ട് ചില കള്ള ശൈഖന്മാർ മുരീദന്മാരെ പഴപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹദീസുകളിൽ ഒന്നാണിത്. ചില കള്ള ശൈഖന്മാര് പെണ്ണുങ്ങളെ കയ്യോടും, പെണ്ണുങ്ങൾക്ക് ശൈഖാൻ കൊടുക്കും.
പെണ്ണുങ്ങളെ കൂട്ടിപ്പിടിച്ചാണ്ട് ഫോട്ടോ എടുക്കും. അപ്പൊ അവര് പറയും, ഒരു പെണ്ണിനേറ്റുള്ള സ്വാഭാവിക സ്നേഹമെന്ന് പറയുന്നതിൽ നിന്ന് മുഹമ്മദ് നബി പോലും ഒഴിവായിട്ടില്ല. കാരണം ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും അത്തീബു വന്നിസാ, നിങ്ങളെ ദുനിയാവിൽ നിന്ന് എനിക്ക് അത്തറും പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പെണ്ണുങ്ങളോടുള്ള സ്വാഭാവികമായ ഇഷ്ടത്തിൽ നിന്ന് സാക്ഷാൽ മുഹമ്മദ് നബിയെ വരെ പുറത്തല്ല, പിന്നെ നമുക്കെങ്ങനെ പെണ്ണിനോട് ഇഷ്ടം വരൂലേ എന്നൊരു കള്ളശൈഖ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കാരണം പള്ളി ദർസിൽ ഓതി പഠിച്ചിട്ടില്ല, ഗ്രാമർ മനസ്സിലാക്കിയിട്ടില്ല, ലഫ്ള് പരിശോധിക്കാൻ കഴിയൂല, മഅറൂഫും മജ്ഹൂലും തിരിഞ്ഞിട്ടില്ല, ഇൽഹാമും മിനൽ അഈനിൽ നിന്ന് ഒരുപാട് തോന്നിവാസങ്ങളും വസ്വാസകളും ഖവാത്തിറും അറിഞ്ഞിട്ട് അതിന് മാരിഫത്ത് എന്ന് പേരിട്ടുകൊണ്ട് തർബിയത്തിന് ഇരുന്നാൽ അതാ ഫിക്റിലൂടെ കുഫറിലെത്തുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ സമൂഹത്തെ ഞങ്ങളെ നീ നന്നാക്കണേ റബ്ബേ, സകല ശർറിൽ നിന്നും കാക്കണേ അല്ലാ. ഹുബ്ബിബ എന്നാൽ അഹബബ്തു എന്നല്ല. അപ്പൊ സ്വാഭാവികമായി ഒരാളും ഒഴിവാവാത്ത രൂപത്തിൽ അള്ളാഹു കൊടുക്കുന്നൊരു ഇഷ്ടം, അത് ഒന്ന് അത്തർ വനിസാവോ, എന്റെ ഭാര്യമാരോടാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെയും പ്രേമിച്ചടക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം, എന്റെ ഭാര്യമാരോടാണ്. ഇനി പെണ്ണുങ്ങൾ എന്ന അർത്ഥം വെച്ചാൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി, അവകാശത്തിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കൽ എനിക്ക് ഏറ്റവും ഹരമുള്ള സേവനമാണ്. വജുഇലത് ഖുർറത്തു ഐനി, എന്നാൽ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ആധിക്യമില്ലേ, എന്റെ കൺകുളിർമയില്ലേ, അത് അത്തറല്ല, ഭാര്യമാരല്ല, സന്താനങ്ങളല്ല, മറിച്ച് റബ്ബ് തആലയ്ക്ക് വേണ്ടി ഞാനെന്ന് തക്ബീർ കെട്ടിയിട്ട് നിസ്കാരത്തിൽ കടന്നാൽ അത് ദുനിയാവിലെ എന്റെ സ്വർഗമാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഖൽബിൽ തസ്കിയത്ത് വന്നാൽ നിസ്കാരം അവന്റെ ജീവിതത്തിന്റെ ഹോബിയാണ്. ഇനി നമ്മളും നിസ്കാരം തമ്മിലുള്ള ബന്ധം നോക്കിട്ടോ, നമ്മളും നിസ്കാരം തമ്മിലുള്ള ബന്ധം നോക്ക്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചില സ്ഥലത്തൊക്കെ വാലിന് പ്രകാരം നന്നായിട്ട് അധ്വാനിക്കും, സംഘാടനം, ഒരുമിച്ച് കൂട്ടൽ, അനൗൺസ്, ഭക്ഷണം ഉണ്ടാക്കൽ ഒക്കെയാണ്, പക്ഷെ നിസ്കരിക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, നിസ്കരിക്കൂല. വീടെ അടുത്ത് ഒരു ദൂര സ്ഥലത്തേക്ക് പരിപാടിക്ക് പോയി സ്റ്റേഷനിൽ പോയി ഇറങ്ങി എന്നെ കൂട്ടാൻ വേണ്ടി വന്ന കാറിൽ ഞാൻ അങ്ങനെ കയറിയപ്പോൾ ഞാനിവിടുന്ന് ഒരു ളുഹറും അസറും കൂടി, അസറ് ളുഹറിന്റെ സമയത്ത് മുന്തിച്ച് ജമ്മാക്കിയിട്ട് ട്രെയിൻ കയറിയതാണ്. അവിടെ പോയി ഇറങ്ങിയപ്പോ 7:30-8 മണിയായി. അവിടുന്ന് ഇനി 1 മണിക്കൂർ ഓടാണ്ട്. അപ്പൊ ഞാൻ ട്രെയിനിൽ ഇരുന്നിട്ട് മാരിവാൻ കൊടുത്തപ്പോ മാരി വേശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ വേണ്ടി നിയത്തിയിരുന്നു. ഇനി എനിക്ക് സുബഹിന്റെ മുമ്പ് 2 കൂടി നിസ്കരിച്ചാൽ മതി. പക്ഷെ എന്നെ കൂട്ടാൻ വേണ്ടി വന്ന ആൾക്ക് അങ്ങനെ പറ്റൂല. കാരണം 132 കിലോമീറ്റർ ഒന്നും ഇല്ല. അവിടുന്ന് 1 മണിക്കൂറത്തെ യാത്ര, ഒരു 70 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ അവൻ എന്നെ കാത്തിക്കാൻ തുടങ്ങിയത് മഗ്‌രിബിന്റെ മുമ്പാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മഗ്‌രിബ് നിസ്കരിക്കാൻ ഉറപ്പാണ്. ഞാൻ അവന്റെ കാറ് കയറുമ്പോ യശ വാങ്ങിക്കൊടുക്കാൻ 15 മിനിറ്റേ ഉള്ളൂ. അങ്ങോട്ട് കഴിഞ്ഞാൽ യശ വാങ്ങിക്കൊടുക്കും. അതുവരെ ഒരാൾ മാത്രമല്ല, 4 ചെറുപ്പക്കാരുണ്ട്, 4 ആളെ തലയിലും തൊപ്പിയുണ്ട്. അപ്പൊ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ മഗ്‌രിബ് ഇശായിലേക്ക് പിന്തിച്ച് അമ്മാക്കാൻ വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞു, അത് പ്രശ്നമില്ല ഉസ്താദ്, എന്ത് കരുതിയാലും വേണ്ടിയില്ല. ഇവര് കരുതി ഞാൻ കരുതിയത് ഓലോട് പറയാൻ വേണ്ടി പറഞ്ഞാണ്. ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണല്ലേ. നിങ്ങളെന്താ ഇപ്പൊ ഈ നിസ്കരിക്കാത്ത ഹംക്കുകൾ എന്നപ്പാ ചോദിച്ചതിന്റെ അർത്ഥം? അത് നേരിട്ടാണ്ട് ചോദിക്കണ്ടെന്ന് വെച്ചിട്ട് വളഞ്ഞു പറഞ്ഞതാണ് ഞാൻ. അല്ല, അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. അല്ല, ഞാനല്ലാതെ ഞാൻ നീയത്തേക്കുന്ന ആളാന്ന് അറിയിച്ചല്ല. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് നീയത്തിച്ചാൽ നമുക്ക് യാതൊരു ഉപദ്രവം ഇല്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി 2-3 മിനിറ്റ് ഇരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ തുറന്ന് ചോദിക്കേണ്ടി വന്നു, അല്ല കുട്ടികളെ, നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചിരിക്കണോന്ന് വെച്ചു. അപ്പൊ എന്നോട് 4 ആൾ ഒരുപോലെ പറഞ്ഞു, ആ ഉസ്താദിന് ബുദ്ധിമുട്ടാണ്ടാന്ന് വെച്ചിട്ട് നിസ്കരിക്കാതിരിക്കണെന്നാ. എങ്ങനെ? അവരിപ്പോ ഇറങ്ങിയിട്ട് മഗ്‌രിബ് നിസ്കരിക്കുമ്പോ ഒരു 3-4 മിനിറ്റ് ഞാൻ ആ വണ്ടിയിൽ ഇരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പേടിച്ചിട്ട് ഇറങ്ങാതിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വണ്ടിയിൽ ഒറ്റക്ക് നിൽക്കുമ്പോ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അങ്ങനത്തെ എന്നെ കൊണ്ടുപോയിട്ട് വളരാൻ പറ്റൂല. പറ്റുമോ? ഒരു 4 ചെറുപ്പക്കാരുടെ മഗ്‌രിബ് മിസ്സാവാതെ അവർ നിസ്കരിക്കാൻ വേണ്ടി സഹകരിക്കാൻ ഒരു 5 മിനിറ്റ് വണ്ടിയിൽ ഇരുന്ന് കൊടുക്കാൻ എനിക്ക് പറ്റൂലെങ്കിൽ പിന്നെ എന്നെ വാലിന് പറ്റുമോ? ഇത് നിങ്ങളെ അഭിപ്രായം പറ്റുമോ? ഇല്ല. അപ്പൊ എന്നെ ഇവിടെ ഇറക്കിക്കാളി ഞാൻ പോവാറ്. അങ്ങനെ തന്നെ വാലിന് പറ്റൂല.
4 കുട്ടികളെ മഗ്‌രിബ് നഷ്ടപ്പെടാന്ന് മനസ്സിലാക്കിയിട്ട് 3-4 മിനിറ്റ് വണ്ടിയിലിരുന്ന് കൊടുക്കാൻ കഴിയാത്തന്നെ വേദറിയാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ആയത്തും ഹദീസൊക്കെ ഓതി പറഞ്ഞപ്പോ 4 ആൾ ഇറങ്ങിപ്പോയി. ഒരു 35 സെക്കൻഡോട് തിരിച്ചു വന്നും ചെയ്തിരിക്കണം. അത് പൊതുവേ നമ്മളൊക്കെ പരിപാടി അങ്ങനെയാണല്ലോ. അതൊക്കെ അങ്ങനെ ഓരോ ആണ്ട് കയറിയാല് നിസ്കരിക്കാതെ അങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ അടുത്ത് കൂടെ നടക്കുന്ന ആള് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവൻ പറയും ഞാൻ നിസ്കരിക്കണോ? ഞാൻ നിസ്കരിച്ചില്ല. എന്നുവെച്ചേ 1 മിനിറ്റ് ഇവിടെ നിൽക്കിട്ടാരും പള്ളിന്റെ അവിടെ 1 മിനിറ്റും ആവില്ല, അപ്പൊക്കിന് എത്തിയിട്ടുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുമ്പത്തെ ഇപ്പത്തെ അവസ്ഥകൾ കണ്ടോ? മുമ്പൊക്കെ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് കുട്ടികളോട് ഇരിക്കണം, വാപ്പ എവിടാ? വാപ്പ അങ്ങാടി പോയതാണ്. എപ്പോഴാ വരിക? ഇപ്പൊ വരും എന്നറിയും. കാരണം അങ്ങാടി പോയ മൂപ്പര് വല്ലാതെ നിൽക്കൂല, ശൈത്താന്റെ കേന്ദ്രം അല്ല, വേം പോരും. നേരെ മറിച്ച് അന്ന് നമ്മൾ ചോദിക്കണ് വാപ്പ എവിടെ? വാപ്പ പള്ളി പോയതാ. എപ്പോഴാ വരിക എന്നറിയില്ല. കാരണം മൂപ്പര് പള്ളി പോയ എത്തിക്കാവിന് നീത്തിലാണ്ട് ഇരിക്കലാ. എന്നപ്പം നിങ്ങൾ ചോദിച്ചോക്കാനെ വാപ്പ എവിടാ? അങ്ങാടി പോയതാ. എപ്പോഴാ വരിക എന്നറിയില്ല. കാരണം മൂപ്പര് പോയ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അഥവാ പള്ളി പോയാലോ വാപ്പയുടെ പള്ളി പോയതാ എപ്പോഴാ? ഇപ്പ വരും. കാരണം പള്ളിയിൽ മൂപ്പര് നിൽക്കൂല. ഒക്കെ മാറിയില്ലേ? മിൻ ദുനിയാകും അത്തീബ് വന്നിസാ വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ. അതിന് മറ്റൊരർത്ഥമുണ്ട്. വജുഇലത് ഖുറത്തു ഐനി, ഖബറിൽ കടന്നിട്ട് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഫിസ്സലാ, നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോഴാണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിച്ചുകൊണ്ട് പരലോകത്ത് ശഫാഅത്ത് വാങ്ങി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആണുങ്ങളെ, ഉച്ചത്തിൽ ചൊല്ലിക്കോ, സ്വലാത്തിന്റെ സലൂട്ട് സമർപ്പിച്ചോ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹൃദയത്തിന്റെ തസ്കിയത്തിന്റെ ഒന്നാമത്തെ ടോണിക്ക് മുഹമ്മദ് മുസ്തഫ. അല അറിയണേ ബിദിക്രില്ല ഐ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ സമാധാനം മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ കൽബിൽ അങ്ങോട്ട് വന്ന ഓൻ പിന്നെ റെഡിയാണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസാ മുഹ്താജൻ ഇലാ സുറൂജി. വല്ലാ വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. ഇന്ന ബൈതൻ ഏത് കൽബാണ്, അൻത തങ്ങൾ, സാകിനുഹു ആ കൽബിന്റെ ഉള്ളിൽ കയറി താമസിച്ചാൽ, ലൈസ കൽബിന്റെ ഉടമയല്ല, മുഹ്താജൻ ഇല സുറുജി, മനസ്സിന്റെ തസ്കിയത്തിന് വേണ്ടി ഇനി ഉന്നതമായ ആരിഫ്യങ്ങളെ തെരഞ്ഞു നടക്കണ്ട, അവരുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. ആരുടെ കൽബിലാണോ തങ്ങൾ കയറിക്കൂടിയത് അവന് ഹൃദയത്തിലേക്ക് വേണ്ട തസ്കിയത്തും തെർബിയത്തും ഇഹ്സാനും ഇഖ്ലാസും മദീനയിൽ നിന്ന് വരദാനമായി പ്രവഹിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. ഒന്നാമീൻ പറഞ്ഞ ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവേ, കാണാത്ത പൊൻപ്രഭാ തിളങ്ങുന്ന പ്രശോഭിതമായ ആ പുണ്യപൂമുഖം ഞങ്ങൾക്ക് നീ കാണിക്കണേ അല്ലാ. നമ്മുടെ മഹാന്മാരൊക്കെ മുസ്തഫ നബിയോട് നേരെ ബന്ധമുള്ള മഹാന്മാരാ. ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മക്കളെ, നിങ്ങളാരെങ്കിലോ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? ആരും ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങള് സ്വപ്നത്തിലും കണ്ടിട്ടില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? അതിനർത്ഥം വെക്കാൻ കഴിയുന്ന ആളുണ്ട് ഇവിടെ?
അപ്പൊ നിങ്ങൾ സ്വപ്നത്തിലും കണ്ടിട്ടില്ലേ എന്ന് വെച്ചാൽ ഈ പറയുന്ന ആളെ എങ്ങനെ കണ്ടിട്ടുണ്ടാവണം? അല്ലല്ല, ഈ പറയുന്ന ആൾ എങ്ങനെ കണ്ടിട്ടുണ്ടാവണം? ഈ പറയുന്ന ആൾ എങ്ങനെ കണ്ടിട്ടുണ്ടാവണം? നേരിട്ട് കണ്ടിട്ടുണ്ടാവണം. എങ്ങനെ കാണാതിരിക്കുക? അവരെ ശിഷ്യനല്ലേ, അവരെ പ്രധാനപ്പെട്ട ശിഷ്യനല്ലേ മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ. ഈ മൂന്നാളില്ലാതെ എന്ന് പ്രസംഗിക്കാൻ പറ്റോ? അവരെ ഉറൂസുള്ള മാസല്ലേ ഇത്? അവരെ ശിഷ്യനാണ് മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഞ്ചേരിയിൽ ക്രിസ്ത്യൻ പാതിരിമാർക്ക് നേരെ അവരുടെ ത്രിയേകത്വത്തിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് കശകി എറിയാൻ വേണ്ടി ചെറുപ്പക്കാരനായ ശംസുൽ ഉലമ കയറി വരിക. കാരണം ത്രിയോഗത്വം സ്ഥാപിച്ചുകൊണ്ട് മഞ്ചേരി പിടിച്ചെടുക്കുന്ന സമയമാണ്. ഇംഗ്ലീഷ്, സംസ്കൃതം, മലയാളം ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ വീട് വീടാന്തരം കയറി ഇറങ്ങാണ്. മറിയം മേരി ആവുന്നു, യൂസഫ് ജോസഫ് ആവുന്നു. കുട്ടികളൊക്കെ മിഠായി പിടിച്ചിട്ട് ത്രിയാഗത്വത്തിന് ബാക്കിൽ ഇങ്ങനെ ചിരിച്ച് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരാ നേരിടാൻ ഒരു പണ്ഡിതൻ? ആരുമില്ല. അപ്പോഴല്ലേ മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ മഞ്ചേരിയിലേക്ക് കയറിയ. ഒരു നിബന്ധന വെച്ചു കയറിയതിന് മുമ്പ്, എല്ലാ പാതിരിമാരും സാസിലുണ്ടാവണമെന്നാ. എല്ലാ പാതിരിമാരും ക്രിസ്ത്യൻ പണ്ഡിതന്മാരും ഞാൻ പ്രസംഗിക്കുന്ന സദസ്സിൽ ഉണ്ടാവണം. നിബന്ധനയാ. ആരുടെ നിബന്ധന? വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ നിബന്ധനയാണ്. പാതിരിമാരെ നേരിട്ട് പോയി ക്ഷണിച്ചു. 200ഓളം പാതിരിമാർ മഹാനായ ശംസുൽ ഉലമയുടെ പ്രസംഗത്തിനെ ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനും പരിഹസിക്കാനും പരാജയപ്പെടുത്താനും അതാ നിരനിരയായി സദസ്സിന്റെ മുമ്പിലിരിക്കുകയാണ്. ഇവർക്ക് ശംസുൽ ഉലമ ഒന്നും അറിയില്ല. 200 പാതിരിമാർക്ക് നേതൃത്വം കൊടുത്ത ആരാര്യങ്ങള്? ജോൺ മുണ്ടക്കൽ എന്ന പാതിരി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങൾ ബാക്കിൽ നിന്ന് ആമീൻ പറയാത്തതിന് രഹസ്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പാതിരിക്ക് ആമീൻ പറഞ്ഞിട്ട് ദീർഘായുസ്സ് കൊടുക്കണമെന്നാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ആമീൻ പറഞ്ഞോളി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. കാരണം അദ്ദേഹം ഇന്ന് സമസ്തന്റെ പ്രവാചകനാണ്. അദ്ദേഹം ഇന്ന് എന്തായിരുന്നോ പള്ളിയിലോ, നിങ്ങളെ ഈ നാട്ടിലെ പള്ളിയിൽ വന്നിക്കണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് ആള്. 200 പാതിരിമാർക്ക് നേതൃത്വം കൊടുത്തത് ആ മെലിഞ്ഞ മനുഷ്യനാണ്. അന്ന് മെലിഞ്ഞിട്ടൊന്നല്ല, തടിമാടനാണ്. മുണ്ടക്കൽ, ഇബ്രാഹിം മുണ്ടക്കൽ. ഇപ്പൊ ഇബ്രാഹിം മുണ്ടക്കലാണ്, അന്ന് ജോൺ മുണ്ടക്കൽ. അന്ന് തന്നെ പറയണ, അന്ന് ഇബ്രാഹിം മുണ്ടക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ കഥയില്ലല്ലോ. അന്ന് ജോൺ മുണ്ടക്കൽ. ഈ 199 പാതിരിമാർക്ക് ഇയാളാ നേതൃത്വം. എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. ശംസുൽ ഉലമ നേരെ വണ്ടിയിൽ ജീപ്പിൽ വന്ന് ഇറങ്ങിയപ്പോ ഇവരൊക്കെ കൂടി പരിഹസിച്ചിരിക്കാൻ തുടങ്ങി. കാരണം ശംസുൽ ഉലമ സ്കെൽറ്റ് മനുഷ്യനെ കള്ളിത്തുണി എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോ ഇത് ഊതിയാ പാറുന്ന സൈസല്ലേ എന്നാ പറയും. ഇവർ ചിന്തിച്ചെന്താണ്, വലിയൊരു ജഗബൊക വണ്ടിയിൽ ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിട്ട് ഒരു മിമിക്രും ചാടൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അതൊന്നുമില്ലാതെ വന്ന് ഇറങ്ങിയപ്പോ ഇവർക്കെട്ട് തോന്നി ഇതിപ്പോ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാനില്ലല്ലോ എന്ന്. ശംസുൽ ഉലമ നേരെ സ്റ്റേജിൽ വന്ന് കയറി പ്രസംഗിച്ചു. അതിന്റെ ഇടയിൽ ക്രിസ്ത്യാനികളോട് ചോദിച്ചു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബൈബിൾ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. ഖുർആൻ കൊണ്ടല്ല, ബൈബിൾ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ഒരു പാതിരി മലയാള ബൈബിളൊക്കെ വായിച്ചു നോക്കി. ഇത് മലയാള ബൈബിളാ, ഒറിജിനൽ ബൈബിൾ അല്ല. എന്റെ അടുത്ത് ഒറിജിനൽ ബൈബിൾ ഉണ്ട്, സുറിയാനി ഭാഷയിലെ ബൈബിൾ. അപ്പൊ സുറിയാനി നറ്റിയൊക്കെ അറിയുന്നില്ല. യഥാർത്ഥ ഭാഷയിലെ ബൈബിൾ ശംസുൽ ഉലമയുടെ കയ്യില്. ഈ ബൈബിൾ ശംസുൽ ഉലമക്ക് എങ്ങനെ കിട്ടി? അള്ളാഹു ആലം, ഒരാൾക്കും അറിയില്ല. കാരണം 1000 കൊല്ലം മുമ്പുള്ള ബൈബിളാ കൈ പിടിച്ചിരിക്കുന്നത്. ബൈബിൾ അങ്ങോട്ട് നിർത്തിയിട്ട് ഇബാറത്ത് വായിച്ചിട്ടാണ് അർത്ഥം വെക്കാൻ തുടങ്ങി. പാതിരന്മാരെ മുട്ട് തമ്മിൽ വരച്ചിട്ട് കൂട്ടിമുട്ടാൻ തുടങ്ങി. ഇംഗ്ലീഷ് ബൈബിൾ ഉദ്ധരിക്കാൻ തുടങ്ങി. പാതിരിമാര് കുട്ടികൾ ഘോഷയാത്രക്ക് പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു 100 ഇറങ്ങിയാണ്ട് പോയി. പിന്നെ ജോൺ മുണ്ടക്കലും കുറച്ച് പാതിരിമാരും ഉള്ളത്, വേറെ ആരുമില്ല. അതിന് പാതിരിമാരൊക്കെ കൂടി ജോൺ മുണ്ടക്കലിന് ജാക്കറ്റ് പൊതിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നമ്മളിപ്പോ ആശയം കൊണ്ട് പിടിച്ചിക്കാൻ പറ്റൂല, ആദർശം പോയി, ഇനി ആമാശയത്തിന്റെ കളി കളിച്ചു നോക്കുക. അതങ്ങനെയല്ല. ആദർശം കൊണ്ട് കളിക്കാൻ പറ്റാത്തവരൊക്കെ പിന്നെ എന്നും ആമാശയം കൊണ്ടേ കളിച്ചിട്ടുള്ളൂ. ഒന്നും അങ്ങനെ തന്നെയാണ്. എങ്ങനെയൊക്കെയെന്ന് ഞാൻ പറഞ്ഞില്ല. ആദർശം പൊട്ടിപ്പോയാൽ പിന്നെ ആമാശയത്തിന്റെ കളിയാണ്. അത് ബാത്തിലിന്റെ അഹ്ലുകാരുടെ ലക്ഷണമാണ്. അപ്പൊ ഇവര് പറഞ്ഞു, ഏതായാലും നമുക്ക് ബൈബിളോണ്ട് പിടിച്ചിക്കാൻ പറ്റൂല, ഇനി നമുക്ക് മൂലേരെ എങ്ങനെങ്കിലും അങ്ങോട്ട് പരാജയപ്പെടുത്തുക, വെറുതെ വിടാൻ പറ്റില്ല. അത് ജോൺ മുണ്ടക്കൽ അറിഞ്ഞു. അത് ഞാൻ ഏറ്റെടുത്തു, ഞാൻ ആയിക്കോളാം. മൂപ്പര് രംഗത്ത് വന്നിട്ട് ശംസുൽ ഉലമ ഒരൊറ്റ വെല്ലുവിളിയാണ്. ഇതാരോ, മുസ്ലിയാരെ, നിങ്ങളൊരു മുസ്ലിം പണ്ഡിതനല്ലേ? അതെ. മുസ്ലിം പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന് നിങ്ങൾ പറയാറില്ലേ? അപ്പൊ ഈ പാതിരിമാർക്കും സ്വാമിമാർക്കും അവർക്ക് ആവശ്യമുള്ള ഹദീസും അറിയാം. ഒരു വിവരമുള്ള സ്വാമിനേറ്റോ പാതിനേറ്റോ തീരെ വിവരമില്ലാതെ കളിക്കാൻ പോയണ്ടല്ലോ, ആയുധമില്ലാതെ യുദ്ധത്തിന് ഇറങ്ങി വരും, തലും കൊണ്ടൊക്കെ പോയിട്ട് കൊണ്ട് പോകേണ്ടി വരും. കാരണം അവർക്ക് ആവശ്യമുള്ളൊക്കെ അവരെടുത്തുണ്ട്. ഞാൻ ചിലപ്പോൾ പാതിരിമാരോടും സ്വാമിമാരോടും സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് തന്നെ തോന്നലുണ്ട്, ഇച്ചിക്ക് എങ്ങനെ ഇതൊക്കെ പഠിഞ്ഞു.
ഒരിക്കല് കണ്ണൂരുള്ള ഒരു ബാലകൃഷ്ണ സ്വാമിയുമായിട്ട് എന്റെ വണ്ടിയിൽ അദ്ദേഹത്തിനെ കയറ്റിയിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി തൃശ്ശൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു, സെമിനാർ. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമി എന്റെ വണ്ടി തന്നെ കയറിക്കോളി എന്ന് പറഞ്ഞു. ഞാൻ എന്റെ വണ്ടി തന്നെ കയറ്റിങ്ങനെ പോകുമ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാന്ന് വെച്ച് ഞാൻ ഒരു ഉന്ത് 2-3 അങ്ങോട്ട് കൊടുത്ത് ചർച്ചയ്ക്ക്. അല്ല എങ്ങനെ ഉന്തല്ല കേട്ടോ, 2-3 ഉന്തിട്ട് എന്തൊക്കെ ഉണ്ട് ഉള്ളതെന്ന് പുറത്തായിട്ടെന്ന് ചോദിച്ചിട്ട് ചർച്ച ചെയ്ത് നോക്കുമ്പോ ചെങ്ങായിക്ക് ഒട്ടുമിക്ക ഹദീസും ആയിട്ടും അറിയാം. പക്ഷെ അള്ളാഹു താലാന്റെ എന്തോ ഒരു ഇതുകൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞാൽ അവിടെ അൽഹംദുലില്ലാ ഹിക്മത്തിന്റെ മറുപടിയും ആയത്തും ഹദീസൊക്കെ ഇട്ട് കീഴ്പ്പെടുത്തി ബൈബിള് രാമായണൊക്കെ ഉദ്ധരിച്ചു, ഭവിഷ്യൽ പുരാണം ഉദ്ധരിച്ചപ്പോ സ്വാമി മാപ്പെട്ട് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്ക് ആവശ്യമുള്ളൊക്കെ അറിയാം. അപ്പൊ ശംസുൽമനോട് വെല്ലുവിളിക്കാൻ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നല്ലേ മുസ്ലിയാരെ? പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് എന്നല്ലേ? നിങ്ങളുടെ ഭാഷയിൽ ഞങ്ങളുടെ യേശു ക്രിസ്തു നബിയാണല്ലോ, നബി അവരുടെ ഭാഷ കേട്ടോ, നബി. ഖുറാനിൽ അങ്ങനെയല്ല പറയുന്നു, നബി. ഞങ്ങൾക്കാണല്ലോ ദൈവം. അപ്പൊ ആ യേശു ക്രിസ്തു നിങ്ങളുടെ ഭാഷയിൽ നബിയാണ്. യേശു ക്രിസ്തു ആവുന്ന നബി മരിച്ചോരെ ജീവിപ്പിച്ചു എന്നുള്ളത് ഖുറാനില്ലേ മുസ്ലിയാരെ? അതുണ്ട്. എന്നാൽ ആ നബിയുടെ അനന്തരമെടുത്ത പണ്ഡിതനാണ് നിങ്ങളെങ്കിൽ ഒരു മരിച്ച മയ്യത്തിനെ ജീവിപ്പിക്കുമോ? ശംസുൽമനോടുള്ള വെല്ലുവിളിയാണ്. സദസ്സൊക്കെ അങ്ങോട്ട് ഞെട്ടിപ്പോയി. എന്താ പോടെ സംഭവിക്കാം? കാരണം ഇത് ലേലം വിളിക്കല്ലേ, വെല്ലുവിളിയാണ്. ലേലം വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനും വിളിക്കലുണ്ട്. ഒരു തേങ്ങക്ക് 500 റുപ്യ, എന്നിട്ട് വിളിച്ചാൽ പിന്നാണ് പോലെ, പിന്നെ പൈസ കൊടുക്കൊന്നുമില്ല. ഇത് ലേലം വിളിക്കല്ല, ഇത് വെല്ലുവിളിക്കാണ്. എന്താ നിങ്ങളൊരു മുസ്ലിം പണ്ഡിതനാണെങ്കിലും മരിച്ച ശരീരത്തെ ജീവിപ്പിക്കുമോ? കാരണം ഈസാ നബി ജീവിപ്പിച്ചിരുന്നു എന്നുള്ള ഖുർആനിലില്ലേ? നിങ്ങൾ ആ ഈസാ നബിയുടെ അനന്തരമെടുത്ത പണ്ഡിതനാണോ? ശംസുൽമൻ എന്ത് ചെയ്യുന്നറിയോ? മൈക്കിന്റെ അവിടെ നിന്ന് മാറി കസേരയിരുന്നു. ഈ ജോൺ മുണ്ടക്കലിന്റെ ഭാഷയിൽ തന്നെ ഒരു 10 മിനിറ്റ് തലാത്തിയിരുന്നു. എന്നിട്ട് മൈക്കിന്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു, നീ ശരീരത്തെ കൊണ്ടുവാ മോനെ, ആ ബോക്സിനെടുത്ത് ആ കുട്ടിനെ ഇരുത്തണ്ട കുട്ടായി, ആ ബോക്സിനെടുത്ത് കുട്ടിനെ ഇരുത്തണ്ട കേട്ടോ, അതിന്റെ ചെകിട് കേടുവരും. ശംസുലമയോടുള്ള വെല്ലുവിളിയാണ്. മരിച്ച ശരീരത്തെ നിങ്ങൾ സംസാരിപ്പിക്കുമോ? ഞങ്ങളെ യേശുക്രിസ്തു നിങ്ങളുടെ ഭാഷയിൽ ഈസാ നബി സംസാരിപ്പിച്ചിരുന്നു എന്നത് ഖുർആനിലില്ലേ? ഇത് കേട്ട മഹാനായ ആരിഫായ വലിയായ ആലിമുൽ ആലം എന്ന അറബികൾ പോലും മുദ്രകുത്തിയ മഹാനായ ശംസുൽ ഉലമാ പെട്ടെന്ന് തലതാത്തി ഏതാനും മിനിറ്റുകൾ മൗനിയായിട്ടിരിക്കുകയാ. എന്നിട്ട് എണീറ്റുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, നീ ജഡം കൊണ്ടുവാ, ഞാൻ എഴുന്നേൽപ്പിച്ചു തരാ. നമ്മളെ നേതാക്കൾ കറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞവരെല്ലാം ഉള്ളത് കാണിച്ചു കൊടുത്തിരുന്ന ആൾക്കാരാ. ഉണ്ട് എന്ന് പറയാപ്പോ എല്ലാവർക്കും കഴിയും. എല്ലാവർക്കും ആ ഉണ്ട് ഉണ്ട് എന്ന് പറയാ. ഉള്ളത് കാണിച്ചു കൊടുക്കാൻ ആൺകുട്ടികൾക്ക് വെച്ചോളൂ. നമ്മളെ നേതാക്കൾ ഉണ്ട് എന്ന് പറഞ്ഞവരും ഉള്ളത് കാണിച്ചു കൊടുത്തിരുന്നവരുമാണ്. ശംസുൽ ഉലമ പറഞ്ഞു, നീ കൊണ്ടുപോവാ, ജഡം കൊണ്ടുപോവാ, ഞാൻ എഴുന്നേൽപ്പിച്ചു തരാന്ന്. സദസ്സൊക്കെ ആകെ അത്ഭുതപ്പെട്ടു. കാരണം അഥവാ ഒരു മയ്യത്തിനെ ചങ്ങായി ഉറ്റി കൊടുത്തിട്ട് ശംസുൽ ഉലമ എണീപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ അവിടെ കുറെ ആൾക്കാർ മയ്യത്താവൂലേ പേടിച്ചിട്ട്? അല്ല, എന്താ സംഭവിക്കുന്നൊരു പുറത്തല്ല. ഇയാളാണെങ്കിലോ നീ ജഡം കൊണ്ടുപോകാൻ ഞാൻ എഴുന്നേൽപ്പിച്ചു തരാന്ന് ശംസുൽ ഉലമ പറഞ്ഞപ്പോ മുമ്പ് ഈ ജോൺ മുണ്ടക്കൽ പാമ്പോയ കുറവന്റെ ആര് വിളിച്ചാണ്ട് ഇങ്ങനെ ഒക്കെയാണ് എവിടുന്നൊരു മയ്യത്തിട്ട. ചിലർക്കൊരു പേടിയുണ്ട്, എങ്ങനെയെങ്കിലും ചങ്ങായി ഒരു മയ്യത്ത് ഒപ്പിക്കോ. കാരണം കുറെ ആൾക്കാർ ഒപ്പുണ്ടല്ലോ. ഇത് മതത്തിന്റെ കാര്യല്ലേ, ഒന്നിനങ്ങോട്ട് കുത്തിക്കൊന്നാ പോരെ. ഒന്നിനോട് പറയാ, നമുക്ക് രണ്ടാക്കും നാളെ പരലോകത്ത് നിന്ന് കാണാം, ഇന്നൊന്ന് സഹകരിക്കണം, എന്നാ പിടിച്ചോ. എന്നിട്ട് ഒന്നിനെ കുത്തിക്കൊന്നപ്പോ മയ്യത്തായല്ലോ. അങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ബേജാറ്. ആകെ ആശങ്ക മുൾമുനയിലെ ആളുകൾ. ശംസുൽ ഉലമ വെല്ലുവിളി അതിശക്തമായിട്ട് പറയാ, നീ കൊണ്ടുപോവാ, ഞാൻ എഴുന്നേൽപ്പിച്ചു തരാം. ജോൺ മുണ്ടക്കൽ ഇബ്രാഹിം മുണ്ടക്കൽ ആകുന്നതിന് മുമ്പ് തന്നെ 1-2 ആളുകൾ മൂപ്പരോട് ചോദിച്ചാലോ, എന്തേ മയ്യത്ത് കൊണ്ടുവരാഞ്ഞേന്ന്. അപ്പൊ ജോൺ മുണ്ടക്കൽ എന്ന പാതിരി അന്ന് തന്നെ പറഞ്ഞാലോ, ഞാൻ അഥവാ മയ്യത്ത് കൊണ്ടുപോയാൽ മുസ്ലിയാര് എഴുന്നേൽപ്പിക്കും എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞേ. എങ്ങനെ ജോൺ മുണ്ടക്കൽ ഇബ്രാഹിം മുണ്ടക്കൽ ആണതിന് മുമ്പ് തന്നെ പറയാണ്, ഞാൻ കൊണ്ടുവരായിരുന്നേ വേറെ ഒന്നല്ല, എങ്ങനെയൊക്കെ ഒപ്പിച്ച് പോകണേ കൊണ്ടുവരാ, മോർച്ചറി പോയാലെങ്കിലും കിട്ടുമല്ലോ പൊന്ന്. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഞാൻ അവിടെ കൊടുന്നിട്ടാൽ മുസ്ലിയാരെ എഴുന്നേൽപ്പിച്ചിട്ട് സലാം പറഞ്ഞ് മടക്കുന്നു, എനിക്ക് ഉറപ്പാണെന്നാണ്. അപ്പോ കേട്ടാൾ വെച്ച് എന്തേന്ന് വെച്ച്,
ഞാൻ വെല്ലുവിളിച്ചിട്ട് മുസ്ലിയാര് കസേരയിൽ ഇരിക്കുമ്പോ മുസ്ലിയാരുടെ മുഖത്ത് ഭയങ്കര പ്രകാശം ഞാൻ കണ്ടു. അത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി മുസ്ലിയാര് കൊണ്ടുവരുമെന്ന്. ജോൺ മുണ്ടക്കൽ ഇസ്ലാമിലേക്ക് വരാൻ കാരണം അതാണ്. അയാൾ 63 കുടുംബത്തെ ക്രിസ്ത്യാനികളാക്കിയതാണ്. 63 കുടുംബത്തെ പ്രസംഗിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുപോയ ജോൺ മുണ്ടക്കല് ആ 63 എണ്ണത്തിന് തിരിച്ചും കണ്ടനെ കൊടുത്തു ഇസ്ലാമിക്ക് വന്നതിന് ശേഷം. ശംസുലും പറഞ്ഞു 63 എണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഓലക്കം കണ്ടനെ കൊണ്ടുവരാറ്, അത് ഞാൻ കൊടുത്തോളാം. ചിന്തിക്കണേ. ഇനി കേട്ടോളോ, ശംസുലമയോട് ആരോ ചോദിച്ചത്രേ, അല്ല ശൈഖുനാ, ആ പാതിരി എങ്ങാനും ഒരു മയ്യത്തിനെ കൊണ്ടുവന്നാൽ ശൈഖുന എന്താണ് ചെയ്യുക? ആ സമയത്ത് ശംസുലുലമ പറഞ്ഞത്രേ, ആ പാതിരിയടാ എന്നെ വെല്ലുവിളിച്ചപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഞാൻ ചിന്തിച്ചപ്പോ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ വെല്ലുവിളി സ്വീകരിച്ചോ, ഞാൻ സഹായിക്കാം. النبي حاضرون يعلموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ഷരീഫില് വളരെ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെയും പൂർണ്ണമായി പ്രവർത്തിച്ചുകൊണ്ട് ഹയാത്തിൽ കിടക്കുന്ന മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. അവിടെ ദർസ് നടത്തുന്ന സമയത്ത് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപ്ലവം നടന്നിട്ട് ജമാഅത്തിന്റെ സമയം പോലും കൃത്യമായി അറിയാതെ ഒറ്റപ്പെട്ടപ്പോ ഓരോ വഖത്ത് ജമാഅത്തിന്റെ സമയത്തോ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ ബാങ്ക് വിളി കേൾക്കുകയാ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയും ചുമന്ന് സ്വഹാബാക്കൾ മുസ്തഫ നബിയുടെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ അരികില് സയ്യിദുൽ ഔലിയായ സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസ അങ്ങ് ഇറക്കി വെച്ചിട്ട് അത് സിദ്ദീഖിന്റെ വസിയത്ത് പ്രകാരം ചെയ്തതാണെന്ന് മഹാന്മാര് പറയുകയാ. സ്വഹാബാക്കൾ റസൂലുള്ളാഹിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ വലങ്കയായ സിദ്ദീഖിന്റെ ജനാസയുമായി വന്നതാണേ, എന്ത് ചെയ്യണമെന്ന് അങ്ങയോട് അന്വേഷിച്ചിട്ട് അങ്ങ് പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് സിദ്ദീഖ് ഞങ്ങളോട് വസയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജനാസ എന്ത് ചെയ്യണം നബിയേ എന്ന് സ്വഹാബാക്കൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന് നേരെ തിരിഞ്ഞിട്ട് സ്വഹാബാക്കൾ റസൂലുള്ളാഹിനോട് അന്വേഷിക്കുമ്പോ ഫനൂദിയ മിൻ ഖബരി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അകത്ത് നിന്ന് വിളിനാദം കേൾക്കുകയാ, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, നിങ്ങൾ ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തി വെച്ചോ. ഇമാം റാസി റഹിമഹുല്ലാഹ് സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്ത് ഉദ്ധരിച്ച സ്ഥലത്ത് ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാ. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് കാണാ. ഒട്ടനവധി അയിമ്മത്ത് രേഖപ്പെടുത്തിയത് കാണാ. നമ്മുടെ ധൈര്യം എന്നാണല്ലോ, നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കണമൊക്കെ ഈ സംഘാടനം അധ്വാനം ഇനി സംഭാവന ഉണ്ടെങ്കിൽ അതും റൗളയിൽ കിടന്നിട്ട് കൃത്യമായിട്ട് അറിയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ സന്തോഷം അതല്ലേ. ഈ ഹദീസിനൊക്കെ അർത്ഥം വെച്ചാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുന്ന ശാസ്ത്രീയ സൗകര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്ത് നമ്മളുള്ളത് അല്ലേ. അമേരിക്കയിൽ വെച്ചുകൊണ്ട് ഇന്നൊരാൾ പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ വെച്ചുകൊണ്ട് റൂമിലിരുന്നിട്ട് കൃത്യമായിട്ട് ലൈവായിട്ട് നാം കാണുകയാണ്.
അയാൾ പ്രസംഗത്തിന് തല ചൊറിഞ്ഞാൽ നമ്മൾ തല പറയുന്നത് കാണുന്നു. അയാൾ മോതിരം ശരിയാക്കിയിട്ടാൽ അത് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നു. അദ്ദേഹം പ്രസംഗിക്കുന്ന അമേരിക്കയിൽ, നമ്മളുള്ളത് ഈ നാട്ടില്. പക്ഷെ കാണുന്നതിന് തടസ്സമല്ല. ഇങ്ങനെയുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കാലത്ത് നമ്മൾ ഇരിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതൊക്കെ റൗദയിൽ വെച്ചുകൊണ്ട് കാണുന്നു മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നതിൽ എന്ത് പന്തികേടാണുള്ളത്? ഹബീബാ നബിയാണ്ട് പറഞ്ഞാൽ പിന്നെ ശാസ്ത്രീയമായ തെളിവുകൾക്ക് നോക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ലല്ലോ. ചിന്തിക്കണേ, ചിന്തിക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖദ് അഫ്ലഹ മൻ തസക്കാ, തസ്കിയത്ത് കൊണ്ട്, അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഹൃദയമെന്ന് തസ്കിയത്താക്കിയാൽ വദക്കറ സ്മ റബ്ബിഹി, തസ്കിയത്ത് വന്നാൽ പിന്നീട് മാരിഫത്തായി, മാരിഫത്തിന്റെ മധുര പായസം കുടിച്ചാൽ പിന്നീട് ദാക്കിറായ മനുഷ്യൻ ആബിദാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നിസ്കാരം തന്നെ. എന്റെ വാള് കേൾക്കുന്ന പെങ്ങന്മാരെ, വാള് കേൾക്കുന്ന ഉമ്മമാരെ, മഹദിയായ വലിയത്തുല്ലാഹി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയെ കേട്ടിട്ടില്ലേ? എല്ലാ രാത്രികളിലോ 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന പെണ്ണാണ്. എന്തേ? ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ എല്ലാ രാത്രികളിലും 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന വലിയത്താണ്. അല്ലാഹുവിന്റെ ബർക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ പറയാം. അവരെ ബർക്കത്തോടെ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവരെ ബർക്കത്തോടെ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്നാൽ ഈ ഫർള് നിസ്കാരത്തിൽ പോലും ശ്രദ്ധിക്കാതെ നടക്കുന്നവരില്ലേ? വാള് നടത്തിയിട്ട് കാര്യമില്ല, പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാരണം നിസ്കാരം മിഅ്റാജിന്റെ രാത്രിയിൽ മുസ്തഫ നബിയുടെ കയ്യിൽ സമ്മാനമായി ഏൽപ്പിച്ചതാണ്. സക്കാത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. നോമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. ഹജ്ജും ഉംറയും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. നിസ്കാരം കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോ ജിബ്രീൽ ഇസ്ലാം മുഖേന അല്ലാഹ് അവനിലേക്ക് ഹബീബിനെ കൂട്ടിക്കൊണ്ടു പോവുകയാ. അങ്ങനെ മിഅ്റാജിന്റെ രാത്രിയില് അത്യാദരവ് പൂർവ്വം അല്ലാഹുവിന്റെ ഹബീബിന് പടച്ച തമ്പുരാൻ മിഅ്റാജിന്റെ സമ്മാനമായി നൽകിയ നിസ്കാരമില്ലേ, അത് ഒഴിവാക്കുന്നവന് ഒരു മൃഗത്തിന്റെ വിലയില്ല. നാളെ മഹ്ശർ വൻസഭയിലതാ പട്ടികളും നായക്കളും അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് പട്ടികളും നായക്കളും അൽഹംദിന്റെ പരം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന സ്വഭാവത്തില്ല. അതുകൊണ്ട് മലക്കുകളോട് അന്വേഷിക്കുകയാ. മലക്കുകൾ മഹ്ശർ വൻസഭയിൽ വെച്ചുകൊണ്ട് നായക്കളും പട്ടികളും അൽഹംദുലില്ലാ എന്ന് ചൊല്ലുമ്പോ എന്തിനാണ് ചൊല്ലുന്നത് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് നായക്കളും പട്ടികളും പറയുന്നു, ഞങ്ങൾ നായക്കളായാലെന്താ, പട്ടികളായാലെന്താ, ഞങ്ങളെ പന്നികളാക്കിയില്ലല്ലോ. ആ സമയത്ത് പന്നികളും അൽഹംദുലില്ലാ എന്ന് ചൊല്ലുകയാ. അല്ലാഹു പന്നികളോട് എന്തിനാണ് അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നത് എന്ന് അന്വേഷിക്കുമ്പോ അതാ വാല് നീണ്ട 4 കാലുള്ള തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന കട്ടായ മസാലയുള്ള, കണ്ടാൽ അറുപ്പുളവാകുന്ന വെറുപ്പുളവാകുന്ന, തമിഴ്നാട്ടിലൊക്കെ പോയാൽ അതാ സുപരിചിതമായി കാണുന്ന, സാർവത്രികമായി സഞ്ചരിക്കുന്ന, എവിടെയും കണ്ടുമുട്ടുന്ന പന്നികളില്ലേ, കാണുമ്പോൾ തന്നെ വൃത്തികേട് തോന്നുന്ന പന്നികളില്ലേ, ആ പന്നികൾ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുമ്പോ എന്തിനാ പന്നികൾ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നത് എന്ന് മലക്കുകൾ വഴി അല്ലാഹു അന്വേഷിക്കുമ്പോ പന്നികളതാ മലക്കുകളോട് മറുപടി പറയുകയാ, ഞങ്ങളെ പന്നികളായി സൃഷ്ടിച്ചാൽ എന്താ, മനുഷ്യരായി സൃഷ്ടിച്ചിട്ട് നിസ്കരിക്കാത്ത വിഭാഗത്തിൽ പെട്ടില്ലല്ലോ, നിസ്കരിക്കാത്ത
നിസ്കരിക്കാത്തത് കൊണ്ട് ഒരു ചാൺ മുകളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ നേരെ ചുവട്ടിലായി തലച്ചോറ് ഉരുകി ഒലിക്കുന്ന നിസ്കരിക്കാത്ത താരിഖ് സലാത്തിന്റെ കൂട്ടത്തില് ഞങ്ങളെ പടച്ചവനും പെടുത്തിയില്ലല്ലോ. പന്നികളായാലെന്താ, നായക്കളായാലെന്താ, പട്ടികളായാലെന്താ, കൊരങ്ങുകളായാലെന്താ, കരടികളായാലെന്താ, പുലികളായാലെന്താ, ആനകളായാലെന്താ, പാമ്പുകളായാലെന്താ, തവളകളായാലെന്താ. കാരണം ഇവർക്കൊന്നും പരലോകത്തില്ല. കുനി തുറാബ എന്നങ്ങ് കേട്ടാൽ മണ്ണായി പോകുന്നതാണ്. എന്നാൽ മനുഷ്യനായി നിസ്കരിക്കാതെ വന്നാലോ മണ്ണായി പോകൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ഞാൻ ഊന്നി പറയാൻ കാരണം ഇന്ന് നിസ്കാരം ഒഴിവാക്കുന്നതിന് യാതൊരു അഡ്രസ്സും ഇല്ലാത്ത കാലാണ്. നിസ്കരിക്കുന്ന ഉമ്മയാ, നിസ്കരിക്കുന്ന വാപ്പയാ, പക്ഷെ ഒരു പെരുന്നാൾ വന്നാൽ നിസ്കാരമില്ല. നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാ, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരിയാ, പക്ഷെ കല്യാണത്തിന് നിസ്കാരമില്ല. അല്ലെങ്കിലും കല്യാണം ഇപ്പൊ ഓഡിറ്റോറിയത്തിലാണല്ലോ. ഏതെങ്കിലും ആളുകൾ ഓഡിറ്റോറിയം തീരുമാനിക്കുമ്പോൾ ആളുകൾക്ക് ഒതു കൊടുക്കാൻ സൗകര്യം ഉണ്ടോ എന്ന് എനിക്കലുണ്ടോ? ഇല്ല. മുണുങ്ങാൻ വിശാലമുള്ള സ്ഥലം ഉണ്ടോ നോക്കൂ. ഈ വരുന്ന ആളുകൾക്കൊക്കെ ഒതു കൊടുക്കാൻ സൗകര്യം ഉണ്ടോ എന്ന് ഒരാൾ നോക്കലില്ല. നിസ്കരിക്കാൻ സൗകര്യം പിന്നല്ലേ, ഒതു കൊടുക്കാൻ സൗകര്യം അത് നോക്കൂല. കാരണം അതൊന്നും വിഷയമല്ല. ഞമ്മക്കിവിടെ മുണുങ്ങണം, വേറെ നടക്കണം, ഏമ്പക്കം വിടണം, സമയ കൊട്ടണം, പിന്നെ പിറ്റേന്ന് പുതിയ ലോഡ് കയറ്റണം, കുറച്ച് കഴിഞ്ഞാൽ അറ്റാ കുടിച്ചാണ് പോകും വേണം. അതന്നെ നിസ്കാരം ഒരു ബോധമില്ല. നിങ്ങളറിയോ തേൻ മുസ്ലിയർ എന്നിട്ടൊരു മഹാൻ ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ഒക്കെ വല്യപ്പേര് തേൻ മുസ്ലിയർ. അള്ളാഹ് അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവര് വന്നാൽ എല്ലാരും കൂടി കൂടിയിരുന്നിട്ട് ഒറ്റ തളികയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഒറ്റ വലിയ തളിക, അതിൽ ഭക്ഷണം കൊട്ടിയിട്ട് നാനാ ഭാഗത്ത് ഇരുന്നിട്ട് എല്ലാരും കൂടി കഴിക്കുക. അതിന്ന് മലപ്പുറം ജില്ലയിൽ ചെയ്യുന്ന ഒരാൾ ബഹുമാനപ്പെട്ട ശൈഖുന അത്തിബത്ത് ഉസ്താദാണ്. വേറെ ആളുകളില്ല എന്നല്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാം. അള്ളാഹു താല ഉസ്താദിന് ആഫിയത്തുള്ളത് കാഴ്ച കൊടുക്കട്ടെ. അത് തേമുസ്ലിയർ ചെയ്തിരുന്നു. തേമുസ്ലിയർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തേമുസ്ലിയരെ കാലത്ത് പോലീസുകാരൊക്കെ ട്രൗസർ ഇട്ടിട്ടേന്നു. തേമുസ്ലിയരെ അടിച്ചിട്ടാണ് പാൻറ് ഇടാൻ തുടങ്ങിയതെന്നാണ്. ട്രൗസർ ഇട്ടിട്ടേന്നു. ഇത് കണ്ട അപ്പം ചോറിലിട്ട് അടിക്കും, അവരത്തെ മറക്കടാറിഞ്ഞാണ്. അവിടെ SI ആണ്, പോലീസാണിട്ട് കാര്യമില്ല. അടി കണ്ട് പാർസൽ വരും. അതന്നെ. അപ്പൊ ചില പരിചയമില്ലാത്ത പോലീസുകാർ ഇങ്ങോട്ടും അടിക്കും. എന്നാലും തേമുസ്ലിയരെ ഇറങ്ങിക്കൂല, കൊടുക്കും. അവരത്ത് മറക്കാനല്ല എന്നോട് പറഞ്ഞേ. അപ്പൊ തേമുസ്ലിയരെ കാലശേഷം ഈ അടി കിട്ടിയിട്ടാണ് പിന്നെ പോലീസുകാർ പാൻറ് ഇടാൻ തുടങ്ങിയെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞേം കേട്ടിട്ടുണ്ട്. ഏത് അങ്ങനെയുള്ള ആളായി ആ തേമുസ്ലിയർ ഒരു സ്ഥലത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കണതിന് മുമ്പ് പറയും, പിന്നെ എല്ലാരും കണ്ട് ചേർന്നിരുന്നോളി, നിസ്കരിക്കാത്തവരാണ് മാറിപ്പോയി എന്നറിയും. നിങ്ങൾക്ക് തോന്നിയോ? അല്ല ഉറുവത്തെ, എന്റെ കയ്യിലങ്ങ് ഭരണം കിട്ടിയപ്പോ, ഞാൻ മദീനയിലെ അമീറായപ്പോ, എന്റെ പേരും ചൂരും നാടൊട്ടുക്കും അങ്ങ് വ്യാപിച്ചപ്പോ, പല നാടുകളുടെയും രാഷ്ട്രങ്ങളിലെയും നേതാക്കളും ഭരണാധികാരികളും എനിക്ക് അഭിനന്ദനം നൽകാൻ, പിന്തുണ നൽകാൻ വീട്ടിൽ വന്നിരുന്നു ഉറുവത്തെ. ഞാൻ അമീറായപ്പോഴേ പുറത്തുനിന്ന് പല ആൾക്കാരും എന്നെ ഒന്ന് അഭിനന്ദിക്കാനും ആശീർവദിക്കാനും എന്നെ ഒന്ന് പിന്തുണക്കാനൊക്കെ വന്നിരുന്നു ഉറുവത്തെ. അവരൊക്കെ കൂടിയാണ് പാപ്പ എനിക്ക് തോന്നി ഞാൻ തരക്കടില്ല എന്ന്. എന്റെ കൽബക്ക് ഞാൻ തരക്കടില്ല എന്നിങ്ങനെ തോന്നിപ്പോയി. അതൊന്ന് കൽബ് നിറങ്ങാൻ ഈ പണി ചെയ്യല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് മാറി വർഗാണോ മനസ്സ് പാകപ്പെടുത്താൻ മഹാന്മാർ ചെയ്യുന്ന പണിയുണ്ടെങ്കിൽ, മനസ്സ് പാകപ്പെടുത്താൻ മഹാന്മാർ ചെയ്യുന്ന പണിയുണ്ടെങ്കിൽ മാറി നമ്മളിപ്പോ ഇറങ്ങിയിട്ട് 2-3 നാൾ കയ്യൊത്തിയാല് തരക്കടില്ല. മുത്തുമ്മ എന്താ തോന്നണ്ടോ? നിങ്ങളെ മൂക്കെട്ടിട്ട് എന്റെ കൈ എന്നാണെന്ന് ഞാൻ തോന്നണ്ടേ, അല്ലാതെ എന്റെ കൈ ഇട്ടിട്ട് നിങ്ങൾ മൂക്ക് എന്നാവൂല. എന്നാ മറ്റവന്റെ കൈ എന്നാക്കാൻ വേണ്ടി നിങ്ങൾ മൂക്ക് തട്ടിക്കും വേണ്ട. നിങ്ങൾ മൂക്കെട്ടിക്കുമ്പോ നിങ്ങൾ മൂക്കെന്നാണ് നിങ്ങൾ നിയത്ത് ചെയ്യുക. ഏതെങ്കിലും ആളെ കൈമ മൂക്കൊണ്ടാൽ ഓല നിയത്തേണ്ട ആ മൂക്കെട്ടിന്റെ കൈ എന്നാണെന്ന. കൽബ് ശുദ്ധിയായാൽ നമ്മളെ ചെറുതായി കാണും. ആ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. മഹാനായ ഇമാം ഗസാലി അള്ളാഹ് പറയാണ്, നീ പ്രായമുള്ള ആളാണോ? എന്നാൽ ചെറിയ ആളുകളെ കാണുമ്പോൾ എനിക്ക് തോന്നണം ഓനിപ്പോ ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരനാണ്, ഞാൻ പ്രായം കൂടിയ ഒരാളാണ്. ഇത്രേ ദീർഘമായ പ്രായം അള്ളാഹു എനിക്ക് എന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത്രമാത്രം തെറ്റോൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ പ്രായമുള്ള മനുഷ്യന് തോന്നിയാൽ പിന്നെ അവിടെ ശത്രുതയില്ല, അസൂയല്ല, അഹങ്കാരമില്ല.
എന്നാ അതേ സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ പ്രായമുള്ള ആളെ കണ്ടാലോ, ഓ എനിക്ക് ചെറിയ പ്രായമായിട്ടുള്ളവർക്ക് ഒരുപാട് പ്രായമായല്ലോ, ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ചെറിയ അമലുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ, അയാൾ ഒരുപാട് പ്രായത്തിനാണെങ്കിൽ മുടിയും താടിയൊക്കെ നേർച്ചയില് കുറെ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്നെക്കാളും നല്ലത് ആ പ്രായം കൂടിയ ആളാണെന്ന് ചെറുപ്പക്കാർക്ക് അങ്ങോട്ടും തോന്നുക. ശരിക്കണം. നിങ്ങളൊരു ജാഹിലാണോ? എന്നാ ആലിമിനെ കണ്ടാൽ വലിയ ബഹുമാനം വേണം. കാരണം അവർക്ക് അള്ളാഹു ഇൽമു കൊടുത്ത് അമല് ചെയ്തു, അവർ വലിയ ആളുകൾ. എന്നാൽ അതേ സമയത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളൊരു ആലിമാണോ? ജാഹിലിനെ കാണുമ്പോ തരം താഴ്ത്തല്ല. എനിക്ക് അള്ളാഹു ഇൽമു തന്നിട്ട് അർഹമായ അമല് ഞാൻ ചെയ്തില്ല. എന്നാൽ ഖിദ്മത്ത് എന്ന നിലയിൽ ചെയ്യുന്ന പലതോ അത് ശമ്പളത്തിനായി പോയി, പ്രഭാഷണങ്ങൾ കട്ടിയുള്ള കവറുകൾക്കായി പോയി. നേരെ മറിച്ച് ആ മനുഷ്യൻ അല്ലാഹു ഇൽമു കൊടുത്തില്ല, അതുകൊണ്ട് അവൻ അതിന് ഉത്തരവാദിയും ആയില്ല. ഇൽമു തന്ന ഞാൻ ആ ഇൽമിനെ യഥാവിധി ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാനൊരു കുറ്റക്കാരനാണ് എന്ന് ആലിമിനെ അവിടെ കാണുമ്പോൾ അങ്ങോട്ട് തോന്നാം. ഇനി ഒരു മുസ്ലിമാണോ? കാഫറിനെ കാണുമ്പോ തോന്നണം തരം താഴ്ത്തരുത്. കാഫറിനെ കാണുമ്പോ തോന്നണം അള്ളാഹു എനിക്ക് ഈമാൻ തന്നു, അള്ളാഹു മുക്കല്ലിബുൽ ഖുലൂബാണ്. ഈമാൻ അള്ളാഹു ആ കൽബിക്ക് ഫിറ്റ് ചെയ്തിട്ട് ആ കൽബിലുള്ള കുഫ്രിയത്ത് നാളെ ഇങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ടല്ലോ ഒരാളെ പേരിലും ലാനത്തുള്ളാഹി അലൈഹിന്ന് എല്ലരുത് എന്നാണ്. ഇബ്ലീസിന്റെ പേരിൽ പോലും ലാനത്ത് അല്ലെങ്കിൽ സുന്നത്തില്ല എന്നാണ്. ഞാൻ ഇപ്പൊ ഇബ്ലീസിനാണ്ട് പറഞ്ഞു, നിങ്ങളെ ലാനത്തുള്ളാഹി അലൈഹിന്ന് ശല്യ കൂലിയിട്ടൂല, ശിക്ഷയും കിട്ടൂല. ചെല്ലണ്ടെന്നല്ലോ, ഞാൻ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇബ്ലീസിന്റെ പേര് ചൊല്ലി നിങ്ങൾ ആരും, ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ ഇബ്ലീസിന്റെ പേര് വരുമ്പോ ലാനത്തല്ലിന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കണം? കേൾക്കൂല. എന്നാ റസൂലുള്ളാഹിന്റെ പേര് ഞാൻ പറയുമ്പോ സലാത്തല്ലിന്ന് ഞാൻ പറയലുണ്ട്, കാരണം അത് മത്ലൂബാണ്. ലാനത്ത് മത്ലൂബല്ല. ചെല്ലാതിരിക്ക, രണ്ടും ചെയ്യാം. ചിന്തിക്ക. ഇബ്ലീസ് ആരാ? ഇബ്ലീസ് ഏതായാലും ആഖിറത്തിൽ കാഫറായിട്ട് നരകത്തിലാന്ന് ഉറപ്പാണ്. അതുവരെ ലാനത്തെല്ലാം പറ്റൂലെങ്കിൽ പിന്നെ ഏതെങ്കിലും കാഫറിന്റെ പേര് മോഡിന്റെ പേരിൽ ലാനത്തെല്ലാം പാടില്ല, പറ്റൂല. കാരണം അയാളെ നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു നമ്മളെ ആക്കബത്ത് നന്നായിട്ട് മരിപ്പിക്കട്ടെ. ഒന്നാമീ പറയാം, ആക്കബത്ത് നന്നായിട്ട് മരിപ്പിക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ, ചിന്തിക്കണേ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കൽബൊന്ന് പാകപ്പെടുത്താൻ ചെയ്യുന്ന പണി കണ്ടോ? ആ ഉർവത്ത് ഇബ്നു സുബൈറാൻ റളിയല്ലാഹു അൻഹു കാലിന് മുറിയുന്നു. അന്നത്തെ വിശുദ്ധരൻ പറഞ്ഞു കാലിന്റെ മുട്ടിന്റെ സെറ്റന്റെ അവിടുന്ന് കട്ട് ചെയ്യണമെന്നാണ്. നമ്മളാണ് എന്താ ചിന്തിക്കുക? ദിക്റലീറ്റും ജമാഅത്ത് പങ്കെടുത്തിട്ടും ഖിറാഅത്ത് ഓതിയിട്ടൊന്നും കാര്യമില്ലാതെ സൊക്കറ വന്നോന്ന് ചിന്തിക്കും അല്ലേ? ഒരു മജ്‌ലിസിനൂറ് പോയിട്ട് പിറ്റേന്ന് കഫക്കെട്ട് വരുമ്പോഴേക്ക് ഒരു ബർക്കത്തില്ലാത്ത ജീവിതം, തവക്കുലില്ലാത്ത മനുഷ്യന്മാർ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഏത് തീരുമാനത്തിലുമുള്ള ഹിക്മത്തൊന്ന് പഠിച്ചാൽ സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്ന വീട്ടില് മുത്തക്കയായ ഒരു മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, പ്രായം 80 കഴിഞ്ഞിട്ടുണ്ട്, ശ്വാസം മുട്ടിയിട്ട് നടക്കാൻ വയ്യ. എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചു, ഇനി എനിക്ക് ഹദ്ദാദ് ഓതണം. ഞാൻ ഹദ്ദാദ് നിത്യമായി പതിവാക്കുന്നവനാണ്, സലാത്തും വിക്രമൊക്കെ ചൊല്ലാറുണ്ടെന്ന് നിഅമത്ത് എന്നോട് പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യന്റെ തന്നെയും ചെറിയ മകന് 25ഓളം പ്രായമായ 25 വയസ്സായ അതാ മകന് ഈ ഒരു കുട്ടിയുടെ പോലും ഇളക്കമില്ല, ബുദ്ധിയില്ല, പ്രവർത്തനങ്ങളില്ല. കടത്തിയ സ്ഥലത്ത് കടന്നുകൊണ്ട് പല്ലിളിച്ചുകൊണ്ട് ശരീരം വിളക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ആ മോനെ കാണിച്ചു തന്നുകൊണ്ട് ആ പിതാവും ആ കുട്ടിയുടെ ഉമ്മയും കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു ദുനിയാവിൽ തന്ന പരീക്ഷണമാണ്. അതിന്റെ അപ്പുറമുള്ള ലോകത്തിലേക്ക് ഈ പരീക്ഷണത്തെ ഒന്ന് ചേർത്തി വെച്ചാൽ ഒരുപക്ഷേ ക്ഷമയോട് ആ കുട്ടിയെ ശുശ്രൂഷിച്ച കാരണത്താൽ, നോക്കിയ കാരണത്താലായിരിക്കും ഉമ്മ പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോ സന്തോഷത്തിന്റെ കണ്ണുനീര് ഞാൻ കാണുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. മോനെ,
നീ 5 വക്ത് നിസ്കരിക്കുന്ന ജമാഅത്തിന് കാർക്കശ്യം കാണിക്കുന്ന സമയത്താണ് നിനക്കൊരു ക്യാൻസർ വന്നതെങ്കിൽ അത് അള്ളാഹു നിന്നെ നോക്കാത്തത് കൊണ്ടോ സ്വീകരിക്കാത്തത് കൊണ്ടോ എന്ന് മനസ്സിലാക്കണ്ട. മറിച്ച് ബലാ 2 രൂപത്തിലുണ്ട്. ഒന്ന് ദുനിയാവിൽ ചെയ്ത തെറ്റുകൾ കാരണത്താൽ അള്ളാഹു ബലാ ചെയ്യുന്നതാണ്. ആ ബല ആണ് സ്വതക്ക കൊണ്ട് തട്ടിപ്പോകുമെന്ന് പറഞ്ഞത്. അസ്സദഖത്തു റദ്ദുൽ ബലായ, സ്വതക്ക കൊണ്ട് തട്ടിപ്പോകുന്ന ബല അത് നാം ചെയ്ത തെറ്റുകൾ കാരണത്താൽ പടച്ചവൻ നൽകുന്ന രോഗങ്ങളാ, പടച്ചവൻ നൽകുന്ന പരീക്ഷണങ്ങളാ, പ്രയാസങ്ങളാ. എന്നാൽ മറ്റൊരു ബല ഉണ്ട്, അത് ദോഷങ്ങൾക്ക് കാരണത്താൽ തരുന്ന പരീക്ഷണങ്ങളല്ല, മറിച്ച് പരലോകത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ദറജയ്ക്ക് വേണ്ടി അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളുണ്ട്. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു നൽകിയത്. ധാരാളം സദഖ ചെയ്യുന്ന മഹാനാ, ധർമ്മത്തിൽ മുന്നിലാണ്, എന്നിട്ടും ശത്രുക്കളുടെ വാളുകൊണ്ട് അതാ കൊല ചെയ്യപ്പെടുകയാണ്. ആ ബല ദുനൂബുകൾക്ക് പകരമായിട്ടുള്ള ബല അല്ല, ദറജക്ക് വേണ്ടിയുള്ള ബല ആണ്. അത് തട്ടിപ്പോകൂല. ചില ആളുകളൊക്കെ സംശയം ചോദിക്കാറുണ്ട്, ഉസ്താദേ ആ ആചാര്യ നല്ല മനുഷ്യനാണല്ലോ, യതീംഖാന ഉണ്ടാക്കിയത് അദ്ദേഹമാണ്, മദ്രസയ്ക്ക് വേണ്ടി 10 ലക്ഷം കൊടുത്തത് അദ്ദേഹമാണ്, എന്നിട്ടും ക്യാൻസർ പിടിച്ച് മരിച്ചല്ലോ എന്നൊക്കെ സംശയം ചോദിക്കുന്ന വിദ്യാസമ്പന്നരുണ്ട്. അത് ഹദീസ് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആ ആജിക്കാക്ക് വന്ന ക്യാൻസർ ഇല്ലേ, അത് അസ്സദഖത്തു റദ്ദുൽ ബലായ എന്ന് പുണ്യവാളനായ തിരുനബി പറഞ്ഞതിനെതിരല്ല. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെങ്കിൽ പിന്നെയും ക്യാൻസർ വന്നത് പരലോകത്തെ ദറജക്ക് വേണ്ടിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നോമ്പ് നോറ്റ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാഷ്ട്രീയ പ്രക്ഷോഭകാരികൾ വന്നുകൊണ്ട് കൂർത്തമൂർത്ത വാളുകൊണ്ട് വെട്ടിക്കൊന്നതല്ലേ. അതിന് തൊട്ടുമുമ്പായി സ്നേഹിതന്മാർ സ്വഹാബാക്കളിൽ ചിലർ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ റൂമിൽ കയറിയിട്ട് ചോദിച്ചില്ലേ, ഉസ്മാനെ, ഞങ്ങൾ സംഘടിച്ചുകൊണ്ട് അങ്ങയെ ആസൂത്രിതമായി കൊല ചെയ്യാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്ത ശത്രു വിഭാഗത്തോട് ഞങ്ങളൊന്ന് അതാ യുദ്ധം ചെയ്യട്ടെ. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞതെന്താ, എന്താ എന്റെ പ്രിയപ്പെട്ട കൂട്ടാളികളെ നിങ്ങൾ എന്നോട് പറയുന്നത്, ഞാനോ ഉമർ ഇബ്നുൽ ഖത്താബും സിദ്ദീഖുൽ അക്ബറും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉഹുദിന്റെ മലമുകളിൽ കയറിയപ്പോ, ഞങ്ങളങ്ങ് കയറിയപ്പോ, ഉഹുദങ്ങ് കുലുങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, ഉസ്കുനിയ ഉഹദ്, ഉഹദേ ഒന്ന് അടങ്ങിക്കോ, കാരണം നിന്റെ മുകളിൽ ഇപ്പോൾ കയറിയത് ഒരു നബിയാണ് കേട്ടോ, ഒരു സുദ്ദീഖാണ്, ഓ ഷഹീദാ, പിന്നെ 2 ശുഹദാക്കളുമാണ്. അതിൽ ഒരാൾ എന്റെ സുഹൃത്ത് ഉമറുൽ ഫാറൂഖ് അതാ കൊല ചെയ്യപ്പെട്ടുകൊണ്ട് ഷഹാദത്ത് വരിച്ചു പോയതല്ലേ. ഇനി ഞാൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ, എനിക്കും ആ ഷഹാദത്തിന്റെ സൗഭാഗ്യം കിട്ടണ്ടേ. അല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പില്ലേ. അതുകൊണ്ട് ആ ഷഹാദത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അവരുടെ വാൾമുനയിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണ്ട. മാത്രമല്ല, ഇനി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞത് കേട്ടോ, കുറച്ചു മുമ്പ് എന്റെ ഈ റൂമിന്റെ അകത്ത് മുസ്തഫ നബി വന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒരു കൂജ ഉണ്ടായിരുന്നു. ആ കൂജയിൽ സ്വച്ഛന്തമായ പാനീയമുണ്ടായിരുന്നു. എന്നിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ, ഈ അക്രമങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തണോ? വഫാത്തായി പോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിയൂല. ശംസുൽ ഉലമയുടെ അരികിലേക്ക് റസൂലുള്ള വന്നു. കണ്ണീത്ത് ഉസ്താദ് മുസ്തഫ നബിയെ മനാമിൽ കണ്ടു. അതാ ഇന്ന മഹാന്റെ അരികിലേക്ക് മുസ്തഫ നബി സഹായം ചെയ്തു എന്നൊക്കെ പറയുമ്പോ കാതടക്കിയിട്ട് ശിർക്കാണെന്ന് പറഞ്ഞ് കിർക്കിളകിയിട്ട് കാളമൂത്ര പ്രഭാഷണം നടത്തിയിട്ട് ഈ ഉമ്മത്തിന് ബിദ്അത്തിന്റെ വലാലത്തിന്റെ വിശപ്പുകയിലേക്ക് അതാ കാളമൂത്ര പ്രഭാഷണത്തിലൂടെ ക്ഷണിക്കുന്നു.
കേൾക്കുന്ന വായാടി പ്രഭാഷകന്മാരൊന്ന് ചിന്തിക്കണേ. ഇത് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സക്റാത്തുൽ മൗതി വശിദ്ദത്തുഹു എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ഉസ്മാനേ, ഈ കൊലയാളികളിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തണോ, അതോ നീ നോമ്പ് തുറക്കാൻ എന്റെ അരികിലേക്ക് വരണോ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, മോനെ മോനെ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തണോ? കാരണം രക്ഷപ്പെടുത്താൻ കഴിയും വേണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തണോ? അല്ല, നീ നോമ്പറക്കാൻ എന്റെ അടുത്തേക്ക് വരണോ? അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് ഇവിടെ നീ ദുനിയാവ് വേണ്ട നബിയെ, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നോമ്പറന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബാക്കളോട് പറയാ, നിങ്ങൾ ഇടപെടണ്ട, അത് ഞാനായിക്കോളാം, എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ശത്രുക്കൾ കയറി വന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന് വെട്ടി. ആ താടി നീണ്ട മനുഷ്യന്റെ ദാടിരോമങ്ങളിലൂടെ രക്തം പമ്പ് ചെയ്ത് ഖുർആനിൽ തട്ടി. എന്ന ആയത്തിൽ പോയിട്ട് രക്തങ്ങൾ തുള്ളി തുള്ളിയായി വീഴുകയാണ്. അവരെ പിന്നെ അള്ള കണ്ടോളാ. അതിന്റെ അർത്ഥാണത്, നിങ്ങളെ കൊന്നവരെ അള്ള പിന്നീട് കണ്ടോളാ. അള്ള കണ്ടു, എല്ലാത്തിനും ശാന്തി. പിന്നെ ജീവിതം ഇത് മാത്രമല്ല. എന്റെ പ്രിയ സുഹൃത്ത്, നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് കൊടിഞ്ഞിയിലെ ഫൈസൽ, ലോകം അറിയാത്തൊരു പൈതൽ, ഒരു ഫൈസൽ. ആ ഫൈസലിനെ ലോകത്ത് എല്ലായിടത്തും അറിയപ്പെട്ട ഒരു വലിയ മഹാനാക്കി മാറ്റി. ആര്? ശത്രുക്കൾ. കാരണം വിളക്കാൻ തേച്ചത് പാണ്ടയാവുള്ളൂ. അതിന്റെ കാരണത്താൽ കിട്ടിയത് എന്തൊക്കെ? ഉമ്മാനെ കിട്ടി, പാപ്പാനെ കിട്ടി, കുടുംബത്തിലെ പലരും കിട്ടി. ആ ഫൈസൽ ഒന്നുമല്ലാത്ത ഫൈസലായി നടക്കുകയാണെങ്കിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഫൈസലിനെ ആരാ അറിയാം? ഫൈസലിനെ ദുബായിലോ അവന്റെ റൂമിലുള്ള ആൾക്കാരും അവനക്ക് ശമ്പളം കൊടുക്കുന്ന അറബി അറിയും, വേറെ ആർക്കും അറിയില്ല. ഇന്ന് ഫൈസലിനെ ഖത്തറിലുള്ള അറബികൾ അറിയും, അബുദാബിയിലുള്ള അറബികൾ അറിയും, ദുബായിലുള്ള അറബികൾ അറിയും, ഹറമിലുള്ള അറബികൾ അറിയും, കുവൈറ്റിലുള്ള അറബികൾ അറിയും, ഫൈസലിനെ എല്ലായിടത്തും അറിയും. നമ്മളോ ഈ ഇന്ത്യയിൽ മൊത്തം അറിയപ്പെട്ടു ഫൈസൽ. കാരണം എന്റെ ശത്രുക്കൾ വന്നുകൊണ്ട് ആ ഈമാനും ഇഖ്ലാസുമുള്ള ചെറുപ്പക്കാരനെ വെട്ട് വാക്സിനാണ്ട് കിട്ടിയപ്പോ ഫൈസൽ വേദന കൊണ്ട് കൊടല് പൊത്തിപ്പിടിച്ചിട്ട് അല്ലാ എന്ന് പറഞ്ഞു. അപ്പൊ കഴുത്തിന് ചക്ക വെട്ടും പോലെ വെട്ടി. ഫൈസൽ ഉറക്കെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പോക്ക് നേരെ സ്വർഗത്തിലേക്ക്. അള്ളാഹുവിടെ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ ചെറുപ്പക്കാരാ. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഫൈസൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതുകൊണ്ട് കൽബങ്ങ് തസ്കിയത്തിലാക്കിയപ്പോ വദക്കറ ഇസ്മ റബ്ബിഹി, കൂർത്തമൂർത്ത വാളുകൊണ്ട് വെട്ടുകിട്ടുമ്പോഴും അള്ളാന്റെ ഇസ്മ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുകയാ. പടച്ചവന്റെ അനന്തവിഹായസിലേക്ക് പാറിപ്പറക്കുകയാണ്. റബ്ബേ, ആ ചെറുപ്പക്കാരന് നീ പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ അടിയിലിരുന്നിട്ട് ബിശുഖ്വരൻ പറയുന്നു, വൈദ്യര് പറയുന്നു, കാലിന്റെ ചിരട്ടയുടെ മുട്ട് പൊട്ടിച്ചെടുക്കേണ്ടതാണ്. ഈ ചിരട്ട അന്ന് ഓപ്പറേഷൻ തിയേറ്റർ ഒന്നുമില്ല, അന്ന് വേദന അറിയാതിരിക്കാനുള്ള തരിപ്പില്ല. അന്നത്തെ കാലാണ്. ഡോക്ടർ വന്നിട്ട് എന്താ പറഞ്ഞോ, കാലിന്റെ മുട്ടിന്റെ ഈ ചിരട്ട ഇവിടെ നിന്ന് പൊളിച്ചെടുക്കണം. ഉർവത്തുബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നിർബന്ധമാണെങ്കിൽ ചെയ്തോളി, ഞാൻ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവർക്ക് ക്യാൻസർ വന്നിരുന്നു. ക്യാൻസർ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു, ഇവിടുന്ന് കണ്ട് എല്ല് ഊരിയെടുക്കണം എന്നാണ്. ഈ എല്ല് മൊത്തം ഊരിയെടുക്കണം എന്നാണ്. ഇവിടുന്ന് കണ്ട് ഈ തലന്റെ ഇവിടുന്ന് കണ്ട് പോകും, എന്നിട്ട് എല്ല് ഇങ്ങനെ കണ്ട് ഊരിയെടുക്കണം. അവര് പറഞ്ഞു, അത് അത്യാവശ്യമാണെങ്കിൽ ചെയ്യാ, ഞാൻ എന്താ ചെയ്യണമെന്നാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പക്ഷെ ഒരു നിബന്ധന ഉണ്ട് പറഞ്ഞു. എന്തെന്ന് വെച്ചോ, താടി വരക്കണം. അതിൽ ചെറിയ കുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞു. എല്ലാം ഊർണ്ണം കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞില്ല, പേടിയുണ്ടായില്ല, വെള്ളം തരീന്ന് പറഞ്ഞില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എല്ലാം ഊർന്നെങ്കിൽ നമ്പർ 1 ഷർത്ത് താടി വടിക്കണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അത്തിമറ്റ ഉസ്താദ് ഡോക്ടർ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് താടിയോടുകൂടി മരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്റെ താടി എടുക്കണ്ടെന്ന് പറഞ്ഞു. ചിന്തിക്കണേ, ചിന്തിക്കണം. എല്ലൂരണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു, താടി ഊരണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല.
സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളടക്കമുള്ള ആളുകൾ ഇടപെട്ടതുകൊണ്ട് നിർബന്ധ സമയത്ത് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം അത്തിബത്ത് ഉസ്താദ് കെഞ്ചി, എന്നാ നിങ്ങൾക്ക് എല്ല് ഊരാൻ ആവശ്യമുള്ള സ്ഥലത്തുള്ള താടി മാത്രം നിങ്ങൾ വടിച്ചോ, മറ്റേത് അവിടെ നിർത്തിക്കോ. ഡോക്ടർ പറഞ്ഞു പറ്റൂല, മുഴുവനായി വടിക്കണോ, എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു. അതെ, അത്തിബത്ത് ഉസ്താദിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഡോക്ടർ ആ എല്ലൂരുന്ന സ്ഥലത്ത് മാത്രമുള്ള താടി വടിച്ചു. എന്നിട്ട് ഓപ്പറേഷൻ നേതൃത്വം കൊടുത്ത ഡോക്ടർ പറഞ്ഞു, ഈ ആശുപത്രിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമാണ് പകുതി മാത്രം താടി വടിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ നടത്തല്. അത് നിങ്ങളുടെ ഉള്ളിൽ അത്രമാത്രം തറച്ച കാരണത്താ ഞങ്ങളൊന്ന് സഹകരിച്ചതാ. അല്ലാഹുവേ, നിന്നെ ഓർത്തുകൊണ്ട് കരയാൻ ഞങ്ങൾക്ക് കൽബ് താ റബ്ബേ. കൽബിന്റെ ഉള്ളിൽ ഇതാണ് കയറിയണ്ടല്ലോ, അവർക്ക് എന്തായിരിക്കും ജീവിതം എന്ന് മനസ്സിലാക്കണം. ഉർവത്തുബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഡോക്ടർ പറഞ്ഞു, ഈ മുട്ടിന്റെ ചിരട്ടം കണ്ട് പറിച്ചെടുക്കണം, അവിടുന്നാണ് അരിയേണ്ടതെന്ന് പറഞ്ഞു. പറഞ്ഞു ഉർവത്തുബ്നു സുബൈർ പറഞ്ഞു, അതാണ് അതിന് വഴിയെങ്കിൽ ചെയ്തോളിന്ന് പറഞ്ഞു. ചെയ്യാൻ സമയത്ത് ഡോക്ടർ ഒരു ഗ്ലാസ് പാനീയം കൈ കൊടുത്തു, ഒരു ഗ്ലാസ് വെള്ളം. ഇതെന്താന്ന് വെച്ചു, ഇതിന് വേദന അറിയാതിരിക്കാൻ വേണ്ടി ചെറിയ ആൽക്കോൾ കലർത്തിയിട്ടുള്ള ഒരു വെള്ളമാണ്. ഇതാണ്ട് കുടിച്ചാൽ എന്താവും, പെട്ടെന്ന് വേദന അറിയില്ല, കാരണം ഇതിൽ ലഹരിയുടെ അംശം ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ലഹരിയല്ല, ഇതിൽ ലഹരിയുടെ അംശം ഉണ്ട്. ഇതിന് ലഹരിയുടെ അംശമുണ്ട്, ഇത് ലഹരിയല്ല, ലഹരിന്റെ അംശം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിർബന്ധ സമയത്ത് മരുന്നിൽ ലഹരി ചേർത്തുകൊണ്ട് കഴിക്കാമോ എന്ന വിഷയം ഇമാമിങ്ങൾ ചർച്ച ചെയ്തപ്പോ അത് അത്യാവശ്യമാണ്, അതല്ലാത്ത വഴിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ നേരിട്ട് കള്ളുമല്ല എങ്കിൽ ലഹരി ചേർത്ത് മരുന്ന് കഴിക്കാം എന്ന് ഫുഖാക്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ ചിന്തിച്ചാൽ ഇത് ഹുക്മിൽ തെറ്റല്ല, ഹുക്മിൽ തെറ്റല്ല. പക്ഷേ ലഹരി കലക്കിയ ഒരല്പം വെള്ളം ഒരു ക്ലാസ് കൊടുത്തപ്പോ ഉർവത്തുബ്നു സുബൈറിനോട് പറഞ്ഞു, ഇത് വേദന അറിയാതിരിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി തരുന്ന ആൽക്കോൾ ചേർന്ന ഒരു ചെറിയ വെള്ളാണെന്ന് പറഞ്ഞപ്പോ ഉർവത്തുബ്നു സുബൈർ ഈ കണ്ണും കണ്ട് തുറച്ചിട്ട് വെച്ചു, എന്താ നിങ്ങള് എനിക്ക് ലഹരി തരെ വേദന അറിയാതിരിക്കാൻ വേണ്ടി കള്ള് കുടിക്കാൻ, ഞാൻ കള്ള് കുടിച്ചിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു സഹായം വേണ്ട. അപ്പൊ വൈദ്യരറിഞ്ഞു, മാഞ്ഞാളം കളിക്കണ്ട, ഈ മുട്ട് പൊട്ടിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഈ മുട്ട് പൊളിച്ചെടുക്കാനുള്ളതാ. കത്തി കണ്ട് കയറുമ്പോ തൊടന്റെ ഉള്ളിൽ കൂടെയാണ് കയറുമ്പോഴേ ഈ ആദ്യ വർത്താനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിപ്പോ ഫിഖഹിന്റെ ഹുക്കുമിൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾ കണ്ട് കുടിച്ചോളിന്ന് പറഞ്ഞു. അതിലും പറഞ്ഞ് ഇതേറ്റ് ബന്ധപ്പെട്ടിട്ട് എനിക്ക് വേദന അറിയാതിരിക്കണ്ട, എന്റെ കാലല്ല, എന്റെ കാല് മൊത്തങ്ങൾ പൊളിച്ചാലും ഞാൻ കള്ളിട്ട് ബന്ധപ്പെടൂല. അതിൽ കുടുംബക്കാരറിഞ്ഞ് നിങ്ങളിപ്പോ പോയിക്കോളി, പിന്നെ വേദന അറിയാതിരിക്കാൻ നല്ലൊരു പരിപാടി ഉണ്ട്. എന്താന്ന് വെച്ച് മൂപ്പര് നിസ്കരിക്കാൻ നിൽക്കുമ്പോ വന്നാൽ മതി, നിസ്കരിക്കാൻ നിൽക്കുമ്പോ വന്നാൽ മതി. കാരണം മൂപ്പര് നിസ്കാരത്തെക്കാണ് കയറിയ ഒന്നും അറിയില്ല, അപ്പം മുട്ട് പറിച്ചോണ്ടേക്കോളി അറിയില്ല. ഉർവത്തുബ്നു സുബൈർ നിസ്കാരത്തിന് വേണ്ടി തെക്കുപുരട്ടി വൈദ്യര് വന്നു, മുട്ടിന്റെ ചേറ്റം കണ്ട് പൊളിച്ചിട്ട് പറിച്ചെടുത്തു, അറിഞ്ഞില്ല. നമ്മൾ മുട്ടിന്റെ ചേറ്റാണ്ട കൊതു 1 കിലോമീറ്റർ അപ്പുറത്ത് സൈറം വാക്കിയാൽ മതി, ഇവിടുന്ന് നാട്ടാൻ തുടങ്ങും ചെയ്താനെ. ഇന്നത്തെ ജാതി നിസ്കാരല്ലേ, മുമ്പിൽ വെച്ചിട്ടാ നിസ്കരിക്കുക. കണ്ടാ തോന്നുന്നു നിസ്കാരത്തിലെ അബാല സുന്നത്ത് പെട്ടാണ് മുമ്പിൽ വെക്കുക. നിങ്ങൾ കണ്ടുക്കണം, ആ സുജൂദിന്റെ സ്ഥലത്ത് തന്നെ വെക്കുക, അതിനെ നേരെ വെക്കുക. കാരണം ആരെങ്കിലും വിളിക്കണേ നമ്പർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കണത്. അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ആരാ വിളിക്കുന്നത്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം അബ്ദുറഹ്മാൻ ആണല്ലേ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം. നിസ്കാരം കഴിഞ്ഞിട്ട് എടുക്കുക, വലദ്ദാലിൻ ഇപ്പെടുത്താക്കണോ? എന്താ പോയി നമ്മളെ നിസ്കാരം. നാളെ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ കയറിയപ്പോ ഒരാള് സുജൂദ് കിടക്കുമ്പോ എന്റെ അടുത്ത് തന്നെ മൂപ്പർക്ക് റിംഗ് വന്ന് നിൽക്കുന്നത്. അപ്പൊ മൊബൈൽ എടുത്തിട്ട് മെല്ലെ പറയണ്ട്, ഞാൻ ഇപ്പൊ നിസ്കരിക്കഴിച്ച് പിന്നെ വിളിക്കുന്നു. നിസ്കാരത്തിലാ പറയണേ, ഞാൻ ഇപ്പൊ നിസ്കരിക്കണമെങ്കിൽ പിന്നെ വിളിക്കുന്നു. എന്തോ ഒരു കഷ്ട, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈടെ അടുത്ത് ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിനപ്പോ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോ രണ്ടാളുകൾ ഇങ്ങനെ, ഒരാളിങ്ങനെ നിസ്കരിക്കാം, ആ നിസ്കരിക്കുന്ന ആളെ വന്നിട്ട് വേറെ ആള് തോണ്ടുക. നമ്മളിങ്ങനെ തോണ്ടിയാ ബാക്കിൽ കൈയിട്ടാണ് നിസ്കരിച്ചോളല്ലോ. ഇതല്ല, ഈ നിസ്കരിക്കുന്ന ആളോട് മറ്റാൾ പോയി ചോദിക്കാണ്, അറബികളാണ് ചോദിക്കാണ്, കരിപ്പൂർ എയർപോർട്ടിൽ തന്നെയാണ് ചോദിക്കാണ്. പിന്നെ അന്ത സൊല്ലി അന ഖൽഫക്ക് മുഷ്കിൽ, ഈ നിസ്കരിക്കാൻ ഞാൻ എന്റെ ബാക്കിൽ നിസ്കരിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന്. അപ്പൊ മറ്റാൾ പറയാ, സൊല്ലി മാഫി മുഷ്കിൽ, ഇതല്ല എന്റെ വാപ്പ എന്നാലും ഇംഗ്ലീഷല്ല ഇങ്ങോട്ട് കാണാം. അങ്ങനെ രണ്ടാളും കൂടി നിസ്കരിച്ചു. എനിക്ക് ഇപ്പുറത്ത് നിസ്കരിക്കുമ്പോ ചിരി വരിക, ചിരിക്കൂല അയ്യാതി വർത്തമാനം പറഞ്ഞാൽ.
ഹറമിൽ നിസ്കരിക്കുമ്പോ ചിരി വന്ന ആളായിരിക്കും കാബം കണ്ടിട്ട് നിസ്കരിക്കുക. അപ്പൊ എന്റെ അടുത്തൊരു വലിയൊരു അറബിന്റെ അയാൾ, ഞങ്ങൾ രണ്ടാൾ മുമ്പ് കൂടി വേറെ ആൾ നടന്നു വരികയാണ്. അപ്പൊ നടന്നു വരുമ്പോ അതിനൊരു മസല ഉണ്ടല്ലോ, അറബി ചെയ്യണ അങ്ങനെ നിസ്കാരത്തിനിടയിൽ ഓനെ ചീത്തറിയാം. നിസ്കാരത്തിനിടയിൽ ഓനെ ചൈത്താനാറിന് ആട്ടും ഇയാള്. അപ്പൊ എനിക്ക് ചിരി വന്നു. ഞാനല്ലേ, എന്നാലും ചിരി പിടിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് മറികടന്നു, സൂറത്തുമൊക്കെ കയറി. പക്ഷെ പിന്നെ പൊട്ടക്കാനെന്തരോ അയാളെ ശൈത്താൻ ആട്ടിയിട്ട് പിന്നെ ഇയാൾ അടങ്ങിക്കണില്ല. പിന്നെ ഇയാൾ നിസ്കാരത്തിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയിട്ട് സ്വീപ്പാക്കുണ്ടോന്ന്. എന്താ നിങ്ങൾ നോക്കാൻ ഒരു കോലം നിസ്കാരം. ഇയാളിപ്പോ മറ്റോനെ ശൈത്താൻ എന്ന് പറഞ്ഞ ആട്ടിയ പിന്നെ ഇയാൾ നിസ്കരിക്കല്ല, പിന്നെ ഇയാൾ നിസ്കരിച്ചുകൊണ്ട് നിന്നിട്ട് ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് അവൻ സ്വീപ്പാക്കുണ്ടോ നോക്കാം. അപ്പൊ എനിക്ക് ചിരിയൊന്നും ഒപ്പം എനിക്ക് എന്തൊക്കെ തരം നിസ്കാരാന്ന് അറിയുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു. ഒരു ബക്കറ്റ് ഇവിടെ കൊടുത്തു. ഈ ഭാഗത്തൊക്കെ പ്രിയപ്പെട്ട അസീസായി ബഹുമാനപ്പെട്ട അസീസ് മുസ്ലിയാർ എന്നെ ഇടക്കിടക്ക് വിളിക്കും. അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്താൽ പിന്നെ എത്തിക്കൽ അയാൾ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് എത്തിക്കും. ഈ ഡേറ്റ് ഒന്നും ഉറങ്ങിക്കിട്ട ഒരു 4-5 തവണ ഞാൻ പരിശ്രമിച്ചതാ. പക്ഷെ മൂപ്പര് ചൂണ്ടലിട്ട് മീൻ പിടിക്കണ മാതിരിയാ. ഡേറ്റ് കൊടുത്താൽ പിന്നെ മൂപ്പര് കൊണ്ടുവരും. അതിനെല്ലാം അടവും പഠിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് മൂപ്പര് കയ്യിൽ ബക്കറ്റ് ഇട്ട് മൂപ്പര് പൈസയും വാങ്ങും. അത് മൂപ്പർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു ബക്കറ്റ് പിരിവ് പെണ്ണുങ്ങൾ വാത്തുകൊണ്ട് ആണുങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വാങ്ങാൻ. പെണ്ണുങ്ങൾ വാത്ത് പെണ്ണുങ്ങള് സഹോദരിമാരെ, നമ്മൾ സമസ്തന്റെ മക്കളാണ്. SKSF എന്ന് പറഞ്ഞാൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണ്. ഏതാണ് ഈ കുട്ടികൾ നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. വരക്കൽ തങ്ങൾ പാപ്പേ സമസ്ത സ്ഥാപിച്ചിട്ട് പതാക അന്നത്തെ സാത്വികരായ ഔലിയാക്കളെ കയ്യിൽ കൊടുക്കുമ്പോ പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താ അറിയോ? പറഞ്ഞ വർത്താനം ഇതാണ്. എന്റെ കുട്ടികള് ഞാൻ ശ്രദ്ധിക്കണേ, SKSFന്റെ കുട്ടികളും ശ്രദ്ധിക്കണത്. എന്റെ കുട്ടികള് ഈ പതാക മഹദി ഇമാമിന്റെ കൈ കൊടുക്കുന്ന. വരക്കൽ തങ്ങൾ പാപ്പാക്ക് കുട്ടികളില്ല. വരക്കൽ തങ്ങൾ പാപ്പാക്ക് ആരില്ല? കുട്ടികളില്ല. പിന്നെ ആരായിരിക്കും ആ കുട്ടികള്? SKSFന്റെ കുട്ടികള്. അത് വരക്കൽ തങ്ങൾ പാപ്പ പറഞ്ഞ് നമ്മൾ കൊടുക്കന്നെ ചെയ്യും. കൊടുക്കൂലേ? എന്താ കൊടുക്കൂലേ? വരക്കൽ തങ്ങൾ പാപ്പയാണ് പറഞ്ഞിക്കണമെങ്കിൽ കൊടുക്കന്നെ ചെയ്യും. അതുകൊണ്ടാലോ മഹദീമാം അങ്ങോട്ട് വരാനയക്കണ്. അപ്പോഴേക്ക് 25,000 വിക്കാഹിന്റെ കുട്ടികള് വേറെ, ഇബാദ് വേറെ, ആമില് വേറെ ഒക്കെ രംഗത്തിറങ്ങിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. തങ്ങളൊക്കെ പോക്ക് അങ്ങോട്ട് അടുത്തുക്കണ്. കാരണം അതിപ്പോ മഹദീമാമിന് വരാൻ വല്ലാതെ കാലുണ്ടെന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റൂല. ഏത് അടയാള വാക്കില്ലാത്ത? എല്ലാ അടയാളമായില്ലേ? എന്താ ഇവിടെ എന്താ പഞ്ഞ് ബാക്കിയുള്ളത്? പ്രധാനപ്പെട്ട ആലിമ്യങ്ങളൊക്കെ മരിച്ചുവാ ആയില്ലേ? ഇൽമു അമലു ഇഖ്ലാസ് ഉള്ളവരൊക്കെ പോവാ. ഈ ഒരു 2 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചത് ഒന്ന് ശാന്തമായി ഒഴിഞ്ഞിരുന്നിട്ട് നെഞ്ഞത്ത് കയ്യെ ചിന്തിച്ചാല് നമ്മൾ മേലെ പോയിട്ട് ജനൽ ഓർന്നിട്ട് മദീമ ആയിക്കൂടി വരുന്നുണ്ടോ എന്ന് അങ്ങനെ നോക്കും. ഈ 1-2 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചത് എന്താപ്പം നടന്നത്? സമസ്തയിലെ ആലിമ്യങ്ങൾ പോവാന്നല്ല, ആലിമ്യങ്ങളിൽ മുൻനിരയിലുള്ള നേതാക്കളൊക്കെ പോവാ. ആര് പോയാലും ഞങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കുമരമ്പത്തൂർ സാഹിബ് പോയപ്പോഴും ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഇവിടെ പാപ്പുസ്താവ് ഉണ്ടല്ലോ. കുമരമ്പത്തൂർ സാഹിബ് പോയാൽ വിഷമമുണ്ട്, ദ്വായുണ്ട്, അനുസ്മരണുണ്ട്, കരച്ചിലുണ്ട്. എന്നാലും എല്ലാവർക്കും ബാപ്പുസ്താവിനെ കാണുമ്പോൾ ഒരു ധൈര്യ. ഷെയ്ഖുന കായക്കുട്ടി സാഹിബ് പോയപ്പോഴും കൈകാര്യത്തിന് ബാപ്പുസ്താവ് ഉണ്ടല്ലോ. ചെറുശ്ശേരി സാഹിബ് പോയപ്പോഴും കൈകാര്യത്തിന് ബാപ്പുസ്താവ് ഉണ്ടല്ലോ. തൊഴിയൂർ സാഹിബ് പോയപ്പോഴും കൈകാര്യത്തിന് ബാപ്പുസ്താവ് ഉണ്ടല്ലോ എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം അതൊരു കോട്ട് മല തന്നെയായിരുന്നു, അതൊരു മലയായിരുന്നു. ബഹുമാനപ്പെട്ട MT ഉസ്താദ് പറഞ്ഞു, സംസ്ഥക്ക് 2 മല ഉണ്ടായിരുന്നു. ഒന്ന് കോട്ട് മല ബാപ്പു മുസ്ലിയാർ, മറ്റൊന്ന് കോട്ട് മല അബൂക്കർ മുസ്ലിയാർ. ഇനി കോട്ട് മലയില്ല, ഇനി കൂട്ടുമലയാണെന്ന് പറഞ്ഞു. എല്ലാരും കൂടി കൂടിയിട്ട് ഒരു മലന്റെ സ്ഥാനത്താവണം എന്നാണ്. ഒരു വ്യക്തി മലയായി പ്രവർത്തിക്കുന്ന കാലം കഴിഞ്ഞു. ഒരു വ്യക്തി ഒരു മലയോളം ഹിമ്മത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലം കഴിഞ്ഞു എന്ന് MT ഉസ്താദ് പറഞ്ഞത് ഞാൻ കടuദ്ധരിക്കുകയാണ്. അത് കോട്ട് മല തന്നെയായിരുന്നു. ഇനി അല്ലാഹു തആല കൂട്ടുമല തെറ്റേ. ഇനി എല്ലാരും കൂടി കൂടിയിട്ടൊരു മലയാവണം. സംഘാടനം എന്നത് മറ്റൊരു കാര്യമാണ്. ദർസും ഇൽമും ഇബാദത്തും അത് വേറൊരു കാര്യമാണ്. സംഘാടനം അത് മറ്റൊരു കാര്യമാണ്. അതിന് ബാപ്പുസ്താനുണ്ടായിരുന്ന ഹിക്മത്ത് അക്കാലത്ത്, ബാപ്പുസ്താന്റെ കാലത്ത് അത്ര തന്നെ മറ്റ് ആലിമ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് സകല ആലിമ്യങ്ങളും ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല, സമസ്തയിൽ ഏറ്റവും പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ മൊത്തം മറ്റുള്ള സഹപ്രവർത്തകന്മാരായ പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കും പ്രയാസമുണ്ടാകണ്ട എന്നും കൂടെ ചിന്തിച്ചിട്ട് അത് ബാപ്പു ഉസ്താദ് ഏറ്റെടുക്കൽ അവരുടെ ജീവിതത്തിന്റെ രസമായിരുന്നു. ഏറ്റവും പ്രയാസമുള്ള പണി ഏറ്റെടുക്കുക, സുഖമുള്ള പണിയല്ല. എന്നിട്ട് അതങ്ങനെ നടപ്പിലാക്കും, ഓടിച്ചാടി നടപ്പിലാക്കും. അതിനുവേണ്ടി വീട്ടിൽ പോവില്ല. ഒരു സമ്മേളനമൊക്കെ വന്ന ബാപ്പു ഉസ്താദ് അവിടെ തന്നെ ആയിരിക്കും, പരിക്കൊന്നും വരൂല. അത് വിജയിച്ച് ഉറപ്പായിട്ടാണ് കുളിച്ചിട്ട് ഇങ്ങോട്ട് പോരുക.
അത്ര വലിയൊരു സംഘാടകനായിരുന്നു. പോയതിൽ നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട്. അള്ളാഹു ഇത് തീർച്ചയാറ്റെ. ബാപ്പുസ്ഥാൻ അള്ളാഹു ഖബറിൽ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ആലിമീങ്ങളുടെ ബർക്കത്തോണ്ട് നമുക്ക് സമസ്തയിൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള ആയുസ്സും ആഫിയത്തും സൗകര്യവും സംവിധാനവും ഒക്കെ അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ 3-4 കൊല്ലത്തില് ബാപ്പുസ്താദ് എന്താണ് ഇവിടെ നടക്കുന്നത്? ബാപ്പുസ്താദ് അവിടുന്ന് ഇങ്ങോട്ട് ശംസുലം കണ്ണിയത്തുസ്താദിന്റെ വഫാത്ത്, അതോടുകൂടി കേരളത്തിൽ അനുസ്മരണ പ്രവാഹമായി. അവിടുന്ന് അങ്ങോട്ട് അനുസ്മരണം ജോറാണത്. ശംസുലം കണ്ണിയത്തുസ്താദ് വഫാത്തോടുകൂടി അനുസ്മരണ സമ്മേളനങ്ങൾ. ശംസുലം അതിൽ പങ്കെടുത്തിരുന്നു. ആ കണ്ണിയത്തുസ്താദ് വഫാത്തായി കുറച്ച് കഴിഞ്ഞപ്പോൾ CH ഉസ്താദ് കണ്ണിയത്തുസ്താദിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ CH ഉസ്താദ് പ്രസംഗിക്കുന്ന സദസ്സിൽ മീസാൻ ഓതുന്ന കൊച്ചു മുത്താലിമായ ഞാൻ പോയിരുന്നിട്ടുണ്ട് മലപ്പുറത്തൊരു പള്ളിയിൽ. CH ഉസ്താദ് പ്രസംഗിക്കായിരുന്നു. കണ്ണിയത്തുസ്താദിന്റെ വഫാത്തോടുകൂടി CH ഉസ്താദ് വഫാത്തായി. അതോടുകൂടി CH ഉസ്താദിന്റെ അനുസ്മരണമായി. പിന്നെ ശംസുൽമ അനുസ്മരണ പ്രഭാഷണം നടത്തിയിരുന്നു. CH ഉസ്താദിനെ കുറിച്ച് ശംസുൽമ എഴുതിയ ലേഖനം CH ഉസ്താദിന്റെ സ്മരണയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് CH ഹൈദറസ് മുസ്ലിയാർ അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കളിൽ ഒരാളായിരുന്നു എന്ന് ശംസുൽമ CH ഉസ്താദിനെ കുറിച്ച് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. CH ഉസ്താദിന്റെ അനുസ്മരണ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ശംസുൽമ വഫാത്തായി. അപ്പൊ എല്ലാവരും കൂടി ശംസുൽമന്റെ അനുസ്മരണ സമ്മേളനമായി. ചിന്തിക്കുന്നു, ശംസുൽമന്റെ അനുസ്മരണ സമ്മേളനം പരിപാടിക്ക് ഇങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ നടക്കുമ്പോ അതാ പോണ് കേട്ടി ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ അനുസ്മരണം പരിപാടിക്ക് കൂടി നടക്കുമ്പോ അതാ പോണ് ബഹുമാനപ്പെട്ട ഉമർ ലിശിയാമതങ്ങൾ. ആ പരിപാടി കൂടി നടക്കുമ്പോ അതാ പോണ് കേട്ടി ഉസ്താദ്. ആ പരിപാടിയൊക്കെ കൂടി നടക്കുമ്പോ അതാ പോണ് മുഹമ്മദ് ലിശിയാമതങ്ങൾ. ആ പരിപാടിയൊക്കെ കൂടി ഇങ്ങനെ നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതാ പോണ് ചെമ്പരക്കാളിന്റെ അനുസ്മരണം പരിപാടിയൊക്കെ കൂടി നടക്കുമ്പോ അതാ പോണ് പാറന്നൂർ ഉസ്താദിന്റെ പരിപാടി അനുസ്മരണം കൂടി നടക്കുമ്പോ അതാ പോണ് തൊഴിയൂർ ഉസ്താദിന്റെ അനുസ്മരണം പരിപാടിയൊക്കെ കൂടി നടക്കുമ്പോ അതാ പോണ് ചെറുശ്ശേരി ഉസ്താദിന്റെ പരിപാടി അനുസ്മരണം കൂടി നടക്കുമ്പോ അതാ പോണ് കോയക്കുടി ഉസ്താദിന്റെ അനുസ്മരണം പരിപാടിയൊക്കെ കൂടി നടക്കുമ്പോ അതാ പോണ് കുമരമ്പത്തൂർ ഉസ്താദിന്റെ അനുസ്മരണം പരിപാടിയൊക്കെ കൂടി നടക്കുമ്പോ അതാ പോണ് ബാപ്പുസ്താദ്. ഇനി എല്ലാവരും കൂടി ബാപ്പുസ്താദിന്റെ അനുസ്മരണത്തിന് നമ്മൾ ഇനി നാളെ എന്തെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു ചിത്രമാണ് കാണിച്ചെന്ന അള്ളാന്റെ റസൂൽ പറഞ്ഞു, ആഖിർ സമാന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് ആലിമീങ്ങളുടെ മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനിയുള്ള ആലിമീങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ചിന്തിക്കണേ, പ്രധാനപ്പെട്ട ഒരടയാളം അതാണെങ്കിൽ അതാ കള്ളുകൂടി അധികരിക്കുക എന്നത് അടയാളമാണ്. അത് സ്കൂളിൽ പഠിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത പൈതങ്ങൾ കുടിക്കുന്ന കാലമല്ലേ? സുബ്ഹാനല്ലാഹ്. വാപ്പയെ കൊല്ലുന്ന മകനും മകനെ കൊല്ലുന്ന വാപ്പയും മകളെ കൊല്ലുന്ന ഉമ്മയും ഉമ്മയെ കൊല്ലുന്ന മകനും മകളും നിത്യസംഭവമല്ലേ? സുബ്ഹാനല്ലാഹ്. നാടും തമ്മിൽ യുദ്ധത്തിലല്ലേ? വെള്ളത്തിന് വേണ്ടി നാടുകൾ യുദ്ധത്തിലല്ലേ? കേരളവും തമിഴ്നാടും അതിന്റെ വക്കിലല്ലേ? എന്തിനേറെ പറയണോ, പരിശുദ്ധമായ റൗളയിലേക്ക്, മദീന മസ്ജിദുൻ നബവിയിലേക്ക് മുസ്ലിമീങ്ങൾ ബോംബെറിഞ്ഞ കാലമല്ലേ? ഖിബലയിലേക്ക്, കഅബ ശരീഫിലേക്ക് ബോംബെറിഞ്ഞ കാലമല്ലേ? എവിടെ നിന്ന്? ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന്. സൗദിയിലേക്ക് ഇറാനികളെ വിലക്കി. ഇറാനിൽ ഒരു കൃത്രിമമായ കാബ ഉണ്ടാക്കിയിട്ട് അതിനെ തവാഫ് ചെയ്തുകൊണ്ട് കിടപ്പോ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ മഹദി ഇമാം വരാൻ കുറച്ചും കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ഞാൻ കുറച്ചും കൂടി അടയാളം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. പക്ഷെ പോണ സമയത്ത് റോട്ടിലേക്ക് കാണുമെന്ന് പേടിച്ചിട്ട്. പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ പോയിക്കോളി. അപ്പം മഹദി ഇമാം വരാൻ ഇനി കൂടുതൽ കാലമൊന്നുമില്ല. വന്നാൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകന്മാർ ഈ ത്രിവർണ്ണ പതാക ഇമാം മഹദിയുടെ കയ്യിൽ കൊടുക്കുമ്പോ പിന്നാലെ നിന്ന് തക്ബീർ ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാ. വരക്കൽ ഉപ്പാപ്പ എന്ന മഹാനായ ആരിഫിന് മക്കളില്ലല്ലോ റഹ്മാനേ. കറാമത്തിന്റെ സാഹിബായ ആ മഹാനായ മനുഷ്യൻ പറഞ്ഞ മക്കള് അത് സമസ്തയിൽ ഇഖ്ലാസോടെ
പ്രവർത്തിക്കുന്ന SKSSF-ന്റെയും SYS-ന്റെയും പ്രവർത്തകന്മാരും നേതാക്കളും SBVയുടെ മക്കളും വിക്കായയുടെ പ്രവർത്തകന്മാരും ഇബാദിന്റെ പ്രബോധകന്മാരും അതാ ത്വലബയുടെയും ഒക്കെ പ്രവർത്തകന്മാരല്ലേ. അതുകൊണ്ട് റബ്ബേ ആ വരക്കലുപ്പാപ്പ ഇഷ്ടപ്പെട്ട അവിടുത്തെ അനുയായികളായ മാനവിയായ മക്കളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടി ചെറുപ്പക്കാരെ, നിസ്കരിക്കാത്തവരെ നിസ്കരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. തമ്മാടികളെ തമ്മാടിത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. ചെറുപ്പക്കാരാ, നമ്മൾ ശ്രമിച്ചാൽ 10 കള്ളുടിയന്മാരെ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. SKSF-ന്റെ പ്രവർത്തകന്മാരെ വെറും കൊടികെട്ടലും സിന്ദാബാദ് എന്ന് വിളിക്കലും മാത്രമായിരിക്കരുത് നമ്മുടെ പ്രബോധനം. മറിച്ചോ നാട്ടിൽ നിസ്കരിക്കാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരോടൊക്കെ നമുക്ക് സ്നേഹം വേണ്ടേ? അല്ല മോനെ, നിന്റെ കുടുംബത്തിൽ തന്നെയോ എത്ര പേര് നിസ്കരിക്കാത്തവരാ? അല്ല മോനെ, നിന്റെ വീട്ടിൽ തന്നെയോ എത്ര പേര് നിസ്കരിക്കാത്തവരാ? ഇന്നലെ SKSF-ന്റെ ഒരു പ്രവർത്തകൻ പരിപാടിക്ക് പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് വാപ്പക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു, മോനെ ക്യാൻസർ ഉണ്ടോ? ഇല്ല. അറ്റാക്ക് ഉണ്ടോ? ഇല്ല. ആരോഗ്യത്തിനൊരു തടസ്സവും ഇല്ല. എന്നിട്ട് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു, എന്നാലും നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടി? ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദേ ആലിമീങ്ങളെയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നവനാ, അതാ മദ്രസയിൽ ഒരു പിരിവന്നാലെന്നായി സദഖ കൊടുക്കുന്നവനാ, പക്ഷെ 5 വക്ത് നിസ്കരിക്കണമെന്ന ഒരു ആഗ്രഹമില്ല. അത് നിസ്കരിച്ചെങ്കിലായി, അല്ലെങ്കിൽ നിസ്കരിക്കൂല. റബ്ബേ, അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ മരിക്കുന്നത് വരെ ഫർള് നിസ്കാരം കളാകുന്ന അപകടത്തിൽ പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഫർള് നിസ്കാരം മിസ്സാകുന്ന ലാഘവത്വത്തോട് നിസ്കാരത്തെ കാണുന്ന അവസ്ഥയിൽ പെടുത്തല്ലേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, ഓ ചെറുപ്പക്കാരാ, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നിന്നെ കൊണ്ടൊരു കുട്ടി നിസ്കാരം തുടങ്ങിയാലടാ, കള്ളുകുടി ഒഴിവാക്കിയാൽ, പള്ളി ദർസിലെത്തിയാൽ, ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രാജിവെച്ചാൽ, പെണ്ണിനെ പ്രേമിക്കുന്ന പൈശാചിക വലയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, അല്ലാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്തതെന്താ? ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവും അതിലുള്ള സകലതും കിട്ടുന്നതിനേക്കാ നിനക്ക് ഖൈറ് നീ കാരണത്താൽ ഒരാൾ ഹിദായത്തിലെത്തലാണെന്ന് നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. SKSF-ന്റെ പ്രവർത്തകന്മാർ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മക്കളെ, നിങ്ങൾ കണ്ടോ, 1,00,000 ചില്ലാൻ സ്വഹാബാക്കൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. എത്ര? 1,00,000 ചില്ലാൻ സ്വഹാബാക്കൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ മക്ക മദീനകളിലുണ്ട്. പക്ഷേ ഇന്ന് മക്കയും മദീനും മൊത്തം പരതിയാലും 10,000 സ്വഹാബാക്കളുടെ ഖബർ അവിടെ കാണൂല. ബാക്കിയുള്ളവരോടെ പോയി. അവർക്കാണെങ്കിലോ ഒരു സെക്കൻഡ് റസൂലുള്ളാഹിനെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നിട്ടും കാണാനില്ല. 1,00,000-ഓളം സഹാബാക്കളെ കാണാനില്ല. എവിടെ പോയി എന്ന് വെച്ചാലേ ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് പോയി, ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ട് പോവന്നെ. എവിടക്കൊന്നുമില്ല, പോവന്നെ. ഈ ഒട്ടകം നേരെ പോയിട്ട് ഒരു കാട്ടിൽ നിന്നാൽ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് കാട്ടിനുള്ളിൽ കണ്ട് കയറും. കാട്ടിനുള്ളിൽ കണ്ട് കയറിയിട്ട് പറയും, ഞാൻ മുഹമ്മദ് നബിന്റെ സഹാബാക്കളിൽപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കാട്ടിൽ 3-4 ദിവസം ജീവിക്കണം. ഇവിടെ വല്ല മൃഗങ്ങളും ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുഹമ്മദ് നബിയുടെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറെ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവരെടുത്തൊക്കെ എനിക്ക് ദഅവത്ത് എത്തണം, എനിക്ക് ഇവിടെ നിന്ന് കിടന്നുറങ്ങണം, എന്നെ വന്നിട്ട് ശല്യപ്പെടുത്തരുത് എന്ന് പറയും. അവിടെ കിടന്നുറങ്ങിയാൽ ഇതിലൂടെ കാനകളും പുലികളൊക്കെ പോകുണ്ടാവും. ഇവരെ മണക്കുക പോലും ഇല്ല. മഹാനായ ഉഖബത്തുൻ നാഫി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലായിട്ട് അതാ ആഫ്രിക്കയിലേക്ക് ദഅവത്തിന് വേണ്ടിയിട്ട് പോവാണ് സഹാബാക്കൾ. 40 ജില്ലാ മഹാന്മാരുണ്ട്.
അവര് അവിടെ ആഫ്രിക്കയിൽ പോയി ഒരു മനുഷ്യന്മാരില്ല, കുറെ കാട്ടു സ്വഭാവമുള്ള ആദിവാസികളെ പോലത്തെ മനുഷ്യന്മാർ കാട്ടിൽ ജീവിക്കുന്നുണ്ട്, ബാർബരികള്. അവരൊക്കെയുള്ള ലോകത്തേക്കാണ്ട് പോയി. എന്നിട്ട് ദഅവത്ത് നടത്തണം. അപ്പോ അവിടെ താമസിക്കാൻ സ്ഥലമില്ല. ഇവർ പറഞ്ഞു ഒഴിഞ്ഞൊരു കാടുണ്ട്, അതിന്റെ മേലെ ആ കാട്ടിനുള്ളിൽ മലണ്ട്, ആ കാട്ടിനുള്ളിൽ ആര് പോയാലും പിന്നെ തിരിച്ചു വരില്ല, മരിച്ചു വീഴലാണ് പതിവ്. അത്ര വലിയ ക്ഷുദ്രജീവികളും കണ്ടാമൃഗങ്ങളും പൊടിമൃഗങ്ങളും ഒക്കെ ഉള്ളത്. അവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോളി, ആ കാടനെ വേണമെങ്കിൽ എടുത്തോളി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഉഖ്വത്തുൻ നാഫി റളിയല്ലാഹു ബാക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ധൈര്യം ഉണ്ടോന്ന് വെച്ചു. അപ്പൊ ഒരു പറഞ്ഞു നിങ്ങൾ പറയും പോലെ എന്ന് പറഞ്ഞു. ഞാൻ പറയും പോലെ എന്നല്ല, നമ്മൾ വന്നത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിക്കാനാണ്. അത് ആരുതാണ്? അള്ളാഹുവിന്റെ മതമാണ്. നമ്മളെ പറഞ്ഞയച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് വേരിന്റെ വേക്കിൽ എന്ന് പറഞ്ഞു. ഉഖ്വത്തുൻ നാഫി റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലായിട്ട് ആ കൊടുങ്കാടിന്റെ ഉള്ളിൽ കയറിയിട്ട് മലന്റെ മേലെ കയറിയിട്ട് റഈസായ ക്യാപ്റ്റനായ ഉഖ്വത്തുൻ നാഫി റളിയല്ലാഹു അൻഹു മലന്റെ മേലെ കയറിയിട്ട് പാറമ കയറി നിന്നിട്ടൊരു പ്രഖ്യാപന, പിടിമൃഗങ്ങളെ, ക്ഷുദ്രജീവികളെ, പാമ്പുകളെ, തേളുകളെ, കരടികളെ, സിംഹങ്ങളെ, ആനകളെ, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ്. ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രചരിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ മൊത്തം ഈ കാട്ടിൽ പോണം. നിങ്ങൾ ഉപദ്രവിക്കൂലെങ്കിലും നിങ്ങളെ കണ്ട എന്റെ ആളുകൾക്ക് പേടിയാവും. അതുകൊണ്ട് എല്ലാരും പോണെന്ന് പറഞ്ഞു. ഈ പ്രഖ്യാപനം ക്യാപ്റ്റൻ ഉഖ്വത്തുൻ നാഫി റളിയല്ലാഹു അൻഹു ആ മലമുകളിൽ കയറിയിട്ടാണ്ട് പറഞ്ഞതോടുകൂടി ആനകൾ കുട്ടികളെ വാരിയിട്ട് ഓടാൻ തുടങ്ങി, സിംഹങ്ങൾ മക്കളെ വാരിയിട്ട് ഓടാൻ തുടങ്ങി, കുരങ്ങുകൾ പുറത്ത് മക്കളെ വെച്ചിട്ട് എന്നിട്ട് ഓടാൻ തുടങ്ങി, പാമ്പുകൾ പാമ്പിന്റെ പുറത്ത് പാമ്പിന്റെ കുട്ടികളെ ചുറ്റും കണ്ട് ഓടാൻ തുടങ്ങി. എല്ലാവരും ഉഖ്വത്തുൻ നാഫിനെ കാണുമ്പോൾ ചിലർ സല്യൂട്ട് അടിക്കും, ഞങ്ങൾ പോകണമെങ്കിൽ ഇവിടെ അബ്ബാത്ത് ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. ആ കാട് മൊത്തം ഉഖ്വത്തുൻ നാഫിനെ വഴങ്ങുകയാണ്. അവിടെ പിന്നീട് കൊല്ലങ്ങളോളം ഒരു പാമ്പിനെയും കരടിയെയും പുലിയെയും ആനയും കണ്ടില്ല. ഈ ഒരു കറാമത്താണ് കാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ സഹോദരന്മാരെ, ചിന്തിക്കണേ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യയിലേക്ക് യുദ്ധത്തിന് പോവുകയാ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ മുമ്പിൽ കടല്, വലിയ പുഴ, അപ്പുറത്താണ് ശത്രുക്കള്. പുഴന്റെ അവിടെ എത്തിയപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് ബാക്കൊക്കെ തിരിഞ്ഞിട്ട് നോക്കി, ഞാൻ എന്റെ കുതിരയെ ഈ പുഴന്റെ മേൽക്കാണ് നടത്തിയ ഞങ്ങളും ബാക്കിൽ ഉണ്ടാവുമെന്ന് വെച്ചു. നല്ല സുഖമുള്ള പരിപാടിയാ. എങ്ങനെയുണ്ട്? അപ്പൊ ബാക്കിൽ നിന്ന് എല്ലാരും പറഞ്ഞ് നിങ്ങൾ നടത്തിയ ബാക്കിൽ ഞങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഇതേ ചോദ്യം ചോദിച്ചു, നമ്മൾ എന്തിനാ വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തിനാ നമ്മൾ ഈ പ്രബോധനം നടത്തുന്നത്? അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി. പുഴ ആര് സൃഷ്ടിച്ചതാ? അള്ളാഹ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കണം. നമുക്ക് പുഴ അടങ്ങിത്തരണം, അനുസരിക്കണം. അതുകൊണ്ട് കേറിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅദ് ഇബ്നു അബീ വഖാസ് അതാ പുഴന്റെ മുകളിൽ കൂടി കുതിരനെ ചലിപ്പിക്കുന്നു. കുതിരയുടെ കുളമ്പടി ശക്തം, ആ ശബ്ദം ഒരു മണൽപ്പരപ്പിലൂടെ ഓടുന്നത് പോലെ പുറത്തേക്ക് അതാ മുഖരിതമായി കുതിരയുടെ കാല് താവാതെ പ്രവിശാലമായ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ അതിശക്തമായി കുളമ്പടി ശബ്ദം മുഖരിതമാക്കി കുതിര ശീഘ്രം ഓടുന്നത് പോലെ അതിനേക്കാൾ ഭംഗിയായി ഈ പുഴമുകളിലൂടെ ഓടുകയാണ്. അപ്പുറത്ത് കണ്ട ശത്രുക്കള് യുദ്ധം ചെയ്യാൻ വേണ്ടി കാത്തിക്കാൻ. പക്ഷെ ഇവർ വേണ്ട എത്തിയപ്പോഴേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇനി പണിയില്ല. മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി, ഇത് അവരുടെ ഉറൂസുള്ള മാസമാണ്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവർ ഇന്ത്യയിൽ വന്നപ്പോ എന്തായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ? എന്തായിരുന്നു അജ്മീറിലെ അവസ്ഥ? ശൈത്താന്മാര് വസിക്കുന്ന കാലം, സാഹിര്യങ്ങളുടെ ലോകം, അഹങ്കാരികളുടെ ലോകം അല്ലേ? രണ്ട് പ്രധാനപ്പെട്ട മനുഷ്യ പിശാചുക്കളായിരുന്നു. ഒന്ന് ജയബാൽ എന്ന് പറഞ്ഞാൽ ഒരു കുന്നുമെന്ന് മറ്റൊരു കുന്നുമൊക്കെ പാറുന്ന ആളാ. മനുഷ്യനാണ്, പക്ഷെ പാറാൻ കഴിയും. അത്ര വലിയ ശൈത്താനെ സേവിച്ച ആളാ. ഈ അത്ഭുതമൊന്നും വിലാഹത്തിന്റെ മാനദണ്ഡമല്ല കേട്ടോ, അതൊന്നും മനസ്സിലാക്കണ്ട. ശരീരത്തിലുള്ളവരിൽ നിന്ന് അത്ഭുതം കാണുമ്പോഴേ കറാമത്ത് എന്ന് പറയുള്ളൂ. അല്ലാത്തവരിൽ നിന്ന് അത്ഭുതം കണ്ട ആറാം പറപ്പ് എന്നാ പേര്. അതിന് ഇസ്തിറാജ് എന്ന് പേരിടും, സിഹർ എന്ന് പേരിടും, മക്ർ എന്ന് പേരിടും, അതിന് മാജിക് എന്ന് പേരിടും. അത്ഭുതം മാത്രം ഒരാൾ മഹാനാന്നുള്ളതിന് മാനദണ്ഡമേ അല്ല. ശരീരത്തുള്ള ഒരു മനുഷ്യൻ, ഒരു സ്വാലിഹാൻ മനുഷ്യനിൽ നിന്ന് അത്ഭുതം കാണുന്നെങ്കിൽ കറാമത്ത്. അല്ലാത്തവരിൽ നിന്നും കാണാം. ദജ്ജാൽ വലിയ അത്ഭുതം കാണിച്ചിട്ട് രംഗത്ത് വരാം. ഖിളിർ നബി അടക്കം ദജ്ജാൽ നടു പൊളിക്കുന്ന ആരെ
ഈ നടു വെട്ടുന്നാള് ഹിദർ നബിയാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദജ്ജാൽ എല്ലാരും നടു ഭക്ഷണാക്കും, എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഒട്ടിച്ചിട്ട് ഇയാൾക്ക് ജീവൻ കൊടുക്കും. എന്നിട്ടാ പറയാം ഞാൻ റബ്ബാണെന്ന്. പിടിച്ചിക്കാൻ പറ്റുമോ? പിടിച്ചിക്കാൻ പറ്റുമോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വലിയ മൂർച്ചുള്ള ഫിത്തന. അതുകൊണ്ടാണ് നേരത്തെ കാവലിനെത്തേട്ടം തുടങ്ങിയത്. മിൻ ഫിത്നത്തിൽ മഹയ്യാൽ മമാത്തി മിൻ ഫിത്നത്തിൽ മസീദ് ദജ്ജാൽ. വന്നിട്ടൊന്നുമില്ല. നാളൊരു കുട്ടി എന്നോട് പറഞ്ഞു, ദജ്ജാല് വന്നു പോയാലും ഇവിടെ ഈസാ നബി പിന്നെയും 40 കൊല്ലം ജീവിക്കണ്ടല്ലോ, അന്നും മുസ്ലിമീങ്ങളും നിസ്കാരം അത്തയ്യാത്തൊക്കെ ഉണ്ടാവൂലേ, അപ്പൊ വന്നു പോയാൽ അത്തയ്യാത്തിൽ ആ ദ്വാ എന്താ കാട്ടുക എന്ന് വെച്ച് നോക്കാണി. അവൻ പോയ പോക്കോക്കാണ് നിങ്ങളും. എന്താ അപ്പൊ അതൊക്കെ തപ്പിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടപ്പോ? എന്നാലും ചില ചെറുപ്പക്കാരുണ്ട് ആവശ്യമുള്ളൊന്നും പഠിക്കൂല, നേരെ തുളഞ്ഞിട്ട് അവിടെ എത്തിക്കണോ. ഓന് വലിയ ബേജാറില്ല. ഇനിയിപ്പോ ആ ദ്വാ എന്താ കാട്ടുക? അനഞ്ഞിപ്പോ ഏതായാലും ദജ്ജാല് വരുമല്ലോ, ഒന്ന് പോയി. അങ്ങനെയുണ്ട് ചില ചെറുപ്പക്കാര്, ആവശ്യമുള്ളൊന്നും പഠിക്കൂല. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തഫ്സീറിൽ ഉദ്ധരിച്ച സംഭവം ഓർക്കാണ്. അവരോടൊന്നിട്ട് ഒരാൾ ചോദിച്ചു, ഒരു ചെറുപ്പക്കാരൻ, ഉസ്താദ് എത്ര ഇന്ത്യച്ചിട്ട് ഉറക്കം കിട്ടുന്ന ഒരു മസാല കെട്ടി കുടുങ്ങി കിടക്കാണെന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ച്, ഇബ്ലീസിനെ കുറിച്ചൊക്കെ ഖുർആനിലില്ലേന്ന് വെച്ചാന്ന് പറഞ്ഞു. ആ ഇബ്ലീസിനെ കുറിച്ച് ഞാനും കണ്ടിട്ടുണ്ട് ഖുർആനില്, പക്ഷെ ഇബ്ലീസിന്റെ പെണ്ണുങ്ങളെ പേരെന്താന്ന് വെച്ച്. അപ്പൊ ഖുർത്തുബി പറഞ്ഞേ, ഞാൻ ആ നിക്കാഹിന് പങ്കെടുത്തില്ല. അല്ല എല്ലാം എന്ത് പറയാനപ്പോ അവിടെ അല്ല. പക്ഷെ ഇതെനിക്ക് തോന്നി അത് അങ്ങനാണ്ട് തട്ടുന്ന ഒരു ചോദ്യമല്ല, അത് ചോദ്യം തന്നെയാണ്. അപ്പൊ ഞാൻ അന്ന് കൊടുത്ത മറുപടി എന്താ അറിയോ, മോനെ ദുആക്കൊരു കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, ഒരാള് വന്ന് പോയാലും അയാൾ ബാക്കി വെച്ച വിത്തന ഇവിടെ വേറെ ഉണ്ടാവൂലേ? അല്ല, ചിലപ്പോ ഒരാൾ ഉള്ളതിനേക്കാളും വലിയ വിത്തന പോയാലാണ് കാരണം. അല്ല അങ്ങനെ ഉണ്ട്. ഒരാള് ദുനിയാവിൽ ഉണ്ടാക്കി പോയ വിത്തന അത് ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് അർത്ഥം അങ്ങനെ വെച്ചാൽ മതി. ഉമ്മിൻ ഫിത്നത്തിൽ മഹയ്യാൽ മമാത്തി മിൻ ഫിത്നത്തിൽ മസീദ് ദജ്ജാൽ. ദജ്ജാൽ ഇവിടെ ബാക്കി വെച്ച ഫിത്നയിൽ നിന്ന് നിന്നോട് കാവലിന് തേടുന്നു. അർത്ഥം മൂല്യമാര് വെച്ചേരാന്ന്. ഇതിനെ ബേജാറായാണ്. അല്ല, ചില കുട്ടിയൊക്കെ ഭയങ്കര ബേജാറാസുഖാണപ്പോ. ചിലവര് അതന്നെ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ നാള് UAE പോയിട്ടൊരു പ്രസംഗം നടത്തിയപ്പോ ഖിയാമത്ത് അവസ്ഥ കണ്ട് പറഞ്ഞപ്പോ ചില കിതാബിലൊക്കെ ഉള്ളതാണ്, എല്ലാരും മരിച്ചു വീണിട്ട് ശവകൂമ്പാരമായി നിരപ്പായിട്ട് ഇങ്ങനെ കിടക്കും. അവിടെ ചില കിതാബിൽ കാണാം, ആ നിരപ്പായ അവസ്ഥ വിവരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരാള് ഒരു കോഴിമുട്ടാണ്ട് ഉരുട്ടിയാല് അത് അവിടെ പോയിട്ട് നേരെ പോയിട്ട് എവിടെയും തട്ടിമുട്ടാതെ ഉരുണ്ട് അവിടെ പോയിട്ട് വീടുന്നു. കാരണം അത്രയും നിരപ്പാണ്. അതിന് ഉദാഹരണമാണ്. ഇതങ്ങോട്ട് പറഞ്ഞോടുകൂടിയിട്ട് മുമ്പിൽ ഒരു ആചാര്യണ്ട് ചോന്ന തൊപ്പിട്ടിട്ട് ഈ ഉദാഹരണം ഞാനോട് പറഞ്ഞോടിയിട്ട് മൂപ്പര് കണ്ണൊക്കെ കൂടി നെറുന്തലിക്കാണ്ട് പോകുന്നുണ്ട്. അപ്പൊ എന്താ ഇത് എനിക്ക് പുറത്തും കിട്ടില്ല. ഒക്കെ കഴിഞ്ഞപ്പോ അയാളിനോടെന്ന് പറഞ്ഞു, സാറേ ആകെ ബേജാറിലാണ്, ഒരു വല്ലാത്ത സംശയം ഉണ്ട്. എന്ത് ചേച്ചി? അല്ല, നിങ്ങളെല്ലാരും മരിച്ചു വീഴും, ഇനി ഒന്നും ഉണ്ടാവില്ല, ഒക്കെ തകർന്ന് തരിപ്പണാവും, എന്നിട്ട് നിരപ്പായിട്ടാണ് കിടക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടല്ല ആ കോഴിമുട്ട ഉരുട്ടിനെ വർത്താനം പറഞ്ഞേ, അത് പിന്നെ ആരാ ഉരുത്തിയാന്ന് വെച്ച്. ആകെ സാധു ബേജാറായിക്കണം. കാരണം ഇനി ഉരുട്ട മൂപ്പരെന്നെ എണീച്ച് തരേണ്ടി വരുമോ? പിന്നെ ബേജാറിലപ്പോ ഇയാള്. ഞാൻ പറഞ്ഞു, സാധു അത് ഉരുട്ടിനെ വർത്താനം പറഞ്ഞതല്ല, അഥവാ ഉരുട്ടിയാല്. അപ്പൊ ചിലവർ അങ്ങനെ ഉണ്ടാവും, മൂപ്പര് ഇവിടുന്നൊക്കെ വിട്ടിട്ട് ഉരുട്ടിനോടത്തേക്ക് എത്തിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു ഉസ്താദ് പറയണത്, അയാളിങ്ങനെ മൈസറിനെ കുറിച്ച് വാഴ്ന്നു വരുമ്പോ മുമ്പിലിരുന്നിട്ട് ഒരാൾ പൊട്ടിക്കരയാണ്. അപ്പൊ ഇയാൾക്ക് തോന്നി, പടച്ചോനെ ഈ സാസിൽ ദ്വാരുന്ന ഉത്തരം കിട്ടും. ഇത്ര മുത്തക്കൈങ്ങളായ മനുഷ്യന്മാര് മുപ്പര് കുറെ ദ്വാരണം ചെയ്ത്. വണ്ടി കയറാൻ നേരത്തെ ഇയാളൊന്ന് കൈപിടിച്ചപ്പോ വല്ലാതെ ഈമാൻ കൊണ്ട് പേടിച്ച് കരഞ്ഞില്ലേ, നിങ്ങളൊന്നുള്ള നരകത്ത് കടത്തില്ലാന്ന്. അപ്പൊ ഇയാൾ അറിഞ്ഞ എന്തേന്ന് വെച്ച്, അല്ല നിങ്ങൾ നല്ലോണം കരഞ്ഞീനെ, അത് മാഷറെ ഇന്ദിച്ചിട്ടല്ലേ വെച്ച്. നിങ്ങൾ മാഷറെ പറഞ്ഞീനെന്ന് വെച്ചപ്പോ അപ്പൊ ഇയാള് കേട്ടിട്ടന്നില്ല. അപ്പൊ പിന്നെ മുപ്പര് വെച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞെന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു, എന്റെ പുരയിൽ ഒരു ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു, അതിന് നടുവിലൊരു കൊറ്റന്താടി ഉണ്ടായിരുന്നു, നിങ്ങളെ താടിയും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിങ്ങനെ കിണറ്റിൽ വീണിട്ട് ചാകുന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോ തല ഇങ്ങനെ കുടയിലുണ്ട്, നിങ്ങൾ ആയത്തോതുമ്പോ തല ഇങ്ങനെ കുറഞ്ഞപ്പോ എനിക്ക് ആട്ടുകുട്ടിനെ ഓർമ്മ വന്നാണ്. ഇയാള് പറഞ്ഞത് മാസ്റ്ററാണ്, പക്ഷെ ആള് ഓർത്തത് കിണറ്റിൽ വീണ് ചത്ത ആട്ടുകുട്ടിനെയാണ്. അങ്ങനെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ചിന്തിക്കണേ. നമ്മള് ഇമാം മഹദി വരുമ്പോ കയ്യിൽ ഈ പതാകാണ്ട് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അതിനുള്ള ആ അവസ്ഥ നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ അങ്ങോട്ട് കാണിച്ചു തന്നത്. ഇനി ഇമാം മഹദി വരാൻ കാലം കുറയൊന്നുമില്ല. സൗദിയിൽ വിപ്ലവം തുടങ്ങി, സ്വസ്ഥമായിട്ട് ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ തന്നെ വന്നു തുടങ്ങി ചില നാട്ടുകാർക്ക്. ഇനി എന്താ അവസാനത്തൊന്നാണ് കേട്ടോളി, ഇത് പേപ്പറിൽ നിങ്ങൾ വായിച്ചാൽ പിന്നെ ഉറപ്പിച്ചോളി. ഇല്ല, ഞാൻ ഇപ്പൊ പറയണില്ല, നാളെ മുതൽ തുടങ്ങും വിളി ഓരോന്ന്.
അവിടെ അങ്ങനത്തെ ഒന്നും പറയണില്ല. പക്ഷെ നമ്മളെ ചുണ്ടിലിങ്ങനെ അരിച്ചു കിടക്കുന്ന ചില ഹദീസുകളുണ്ട്, അത് പറയാനായിട്ടില്ല. നമ്മളൊക്കെ അങ്ങനെ എണ്ണി പിടിച്ച് നടക്കുകയാണ്. അത് വെച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. വല്ലാതെ കാലം ഉണ്ടാവുന്ന മനസ്സിലാക്കണ്ടാവും. അതുകൊണ്ട് തൗബ ചെയ്തിട്ട് നന്നാളുള്ളവരൊക്കെ നന്നായിട്ട് നല്ല കോലത്തിൽ ജീവിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആരിഫീങ്ങളും ഔലിയാക്കളും ഒക്കെ പോവാൻ തുടങ്ങി. തൃപ്പനിച്ച് മുഹമ്മദ് മുസ്ലിയാര് പോയി, ഒക്കെ പോയി. ഔലിയാക്കൾ എവിടെ? ഇനി വളരെ കുറഞ്ഞ ചില മഹാന്മാരെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റൂല, അതുകൊണ്ട് മാത്രം ഉൾക്കൊള്ളാൻ പറ്റൂല. ശൈഖ് ജിലാനി വലിയ അത്ഭുതം കാണിച്ചിരുന്ന ആളാണ്, വലിയ മഹാനുമായിരുന്നു, വലിയ അത്ഭുതമായിരുന്നു, വലിയ മഹാനുമായിരുന്നു, രണ്ടുണ്ടായിരുന്നു. ശംസുലമ വലിയ അത്ഭുതം കാണിച്ചിരുന്ന ആളാ, വലിയ മഹാനായിരുന്നു. ഒളവണ്ണ ഒരു ദാരിമുണ്ടായിരുന്നു, ശംസുലമന്റെ മുരീദാണ് ഒളവണ്ണ ദാരിമി. അദ്ദേഹം നന്ദിയിൽ ദർശനം നടത്തുന്ന സമയത്ത് കടത്തിൽ കുടുങ്ങിയ സമയമാണ്. റൂം അടച്ചിട്ടാണ് കരഞ്ഞു. ദാരിമി ഇപ്പോഴും ഉണ്ട് കേട്ടോ. റൂം അടച്ചിട്ട് കരഞ്ഞു. എന്തിനെ? കടത്ത് കുടുങ്ങിയിട്ട്. എന്നിട്ട് മൂപ്പരിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചോ, എന്റെ ഷെയ്ഖ് ഒരു വലിയ മഹാനല്ലോ ശംസുലമ, എന്നിട്ട് എന്തെന്റെ കടന്നു വിടാത്തത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ടെൻഷനിൽ ചിന്ത വന്നതാണ്. അത് ദാരിമി അദ്ദേഹത്തെ റൂമിൽ ചിന്തിച്ചാണ്. അപ്പോഴേക്ക് ശംസുലമ റൂമിൽ നിന്നൊരു കുട്ടിനെ പറഞ്ഞിട്ട് അറിഞ്ഞ് ഒളവണ്ണ ദാരിമിനോട് നമ്മുടെ വരാൻ വേണ്ടി പറയുന്നത്. ചിന്തിക്കണം, ഇവിടെ നിന്നിട്ട് വരാൻ പറയില്ല. സുബ്ഹാനല്ലാഹ്. ദാരിമെന്ന് പറയാം, എന്താ ഇത്ര വിഷമ, കടക്കാണ്ട് തീർന്നോളൂ, പോയിക്കോട്ടെന്നാ. കാരണം അതിവിടെ വിവരം കിട്ടി, അതിവിടെ വിവരം കിട്ടി. ചിന്തിക്കണേ. ചേലക്കരയിൽ ഒരു പണ്ഡിതനുണ്ട്, ചേലക്കര ഉസ്താദ്, ഒരു കുറിയ മനുഷ്യനാണ്. എനിക്ക് മിനിഞ്ഞാന്ന് രാവിലെ അവിടെ പരിപാടിയായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഓണം പള്ളി ഉണ്ടായിരുന്നു, ഉമർ ഫൈസി മുക്കമുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മുഖ്യ പ്രഭാഷണത്തിന് എന്നെയാണ് ക്ഷണിച്ചിരുന്നത്. ശംസുൽ ഉലമ അനുസ്മര പ്രഭാഷണം ഞാനാണ് നടത്തിയത്. ആ ചേലക്കര ഉസ്താദ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. നിങ്ങൾ ചോദിച്ചോ, അദ്ദേഹത്തിന് 2 ചെകിടിനും അസഹ്യമായ വേദന വരികയാ. ചേലക്കര ഉസ്താദ് ഇന്നും ജീവിച്ചിരിക്കുന്ന മാശരി പോണ്ട, നിങ്ങൾക്ക് നമ്പറാണ്ടാ നിങ്ങൾ വിളിച്ചാൽ മതി. ഇന്നും ജീവിച്ചിരിക്കും. 1 മിനിറ്റ് കൊണ്ട് തീരുമാനമാക്കാം, 1 മിനിറ്റ് കൊണ്ട് തീരുമാനമാക്കാം. മൂപ്പരെ ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ അസീദ് മുസ്ലിയാരെ ഞാൻ ഏൽപ്പിക്കണേ, നാളെ ഞാൻ പ്രസംഗിക്കുന്ന ദിവസം വന്നിട്ട് എന്റെ മൈക്ക് പിടിച്ച് വിളിക്കാൻ മൂപ്പരെ ഏൽപ്പിക്കണം. ചേലക്കര ഉസ്താദൊന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. പോയി അന്വേഷിച്ച് നോക്കി, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് വെച്ച് നോക്കി. അദ്ദേഹത്തിന് 2 ചെകിടിനും അസഹ്യമായ വേദന. ശംസുലമന്റെ ശിഷ്യനും മുരീദുമാണ്. 5 ഡോക്ടർമാരെ മാറി മാറി കണ്ടു. 5 പേരും പറഞ്ഞു 2 ചെകിട് ഓപ്പറേഷൻ ചെയ്യണം, എന്നാലും രക്ഷപ്പെടാൻ ഒന്നും പറയാൻ പറ്റില്ല എന്ന്. അത്ര ഗൗരവമുള്ള രോഗമാണെന്ന്. ഒന്നും കേൾക്കണില്ല, വർത്താനം കേൾക്കണില്ല. ഇബാറത്ത് കുട്ടികൾ വായിച്ചു കൊടുത്താൽ അർത്ഥം വെക്കാൻ പറ്റൂല, കാരണം ഇബാറത്ത് കേൾക്കണില്ല. പിന്നെ ഉസ്താദ് തന്നെ വായിച്ച അർത്ഥം വെച്ചത് അർത്ഥം. അതൊരു അരമണിക്കൂർ അങ്ങനെ വായിച്ചർത്ഥം വെച്ചാൽ കഠിനമായ വേദന അടങ്ങും. പിന്നെ കിതാബ് കൂട്ടിയിട്ട് പോയി കിടക്കലാണ്. എന്ത് ചെയ്യും? ഡോക്ടർമാര് 5 ആളും പറഞ്ഞു ഓപ്പറേഷൻ കൊണ്ടല്ല രക്ഷപ്പെടൂല, ഓപ്പറേഷൻ ചെയ്താലും കാര്യം ഗൗരവമാണെന്ന് പറഞ്ഞു. ആര്? കേരളം കണ്ട ഏറ്റവും വലിയ 5 ഡോക്ടർമാർ തമിഴ്നാട്ടിലും പോയി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ശംസുലമ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ശംസുലമന്റെ വീട്ടിക്ക് ബസ് കയറി. ബഹുമാനപ്പെട്ടവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് വീട്ടിക്ക് പോയി. ശംസുലമന്റെ മുമ്പിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞു. എനിക്ക് ദർശെടുത്താൻ വയ്യ, കുട്ടികൾ വായിച്ചിട്ട് കേൾക്കുന്നില്ല, ഞാൻ വായിച്ചർത്ഥം വെച്ച് എനിക്ക് തല കറങ്ങാൻ, ചുവട് വേദന. ശംസുലമയാവുന്ന മഹാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഡോക്ടറെ കണ്ടില്ലേന്ന് വെച്ചു. 5 ഡോക്ടർമാരെ കണ്ടു. എന്തേ ഓല് പറഞ്ഞെന്ന് വെച്ചു. ഓല് 5 ആള് ഓപ്പറേഷൻ ചെയ്യാനാ പറഞ്ഞത്. അത് ഓപ്പറേഷൻ ചെയ്യുന്നു വേണ്ട, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാവൂദുൽ ഹക്കീം, മുട്ടപ്പേട്ടയിലുള്ള മഹാനായ ദാവൂദുൽ ഹക്കീം വന്നിട്ട് ചെയ്തോളൂ, ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിക്കോളി. ദാവൂദുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ആശുപത്രിയിലെ ഡോക്ടറല്ല, പിന്നെ മുത്തുപ്പേട്ട ദർഗി കിടക്കുന്ന മഹാനാണ്. മനസ്സിലായോ? ദാവൂദുൽ ഹക്കീം എന്ന് പറഞ്ഞ ആരാ? അങ്ങക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഡോക്ടറെ തെരഞ്ഞിട്ടാണ് പോകാൻ നിൽക്കണ്ട. മുത്തുപ്പേട്ട ദർഗിയിൽ കിടക്കുന്ന മഹാനാണ്. ശംസുലം പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ദാവൂദുൽ ഹക്കീം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തോളും, അത് ഞാൻ മൂപ്പരെ ഏൽപ്പിച്ചോളാം, നിങ്ങൾ പോയിക്കോളി. അത് പറയണമെങ്കിൽ ധൈര്യം ഉണ്ടാവണമെങ്കിൽ ഇവരെ തമ്മിൽ എത്ര ബന്ധം ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വേദന എന്നോടെന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് ഭയങ്കര വേദന ഉണ്ട്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാണ്, ആ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, ഞാൻ ഏറുവാടി കേൾപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്താ എന്നെ കാറ്റ് വണ്ടിയിലിട്ടിട്ട് ഏറുവാടി കൊണ്ടാക്കും. കാരണം പൊട്ടത്തരം പറയുന്നത് അറിയാം അല്ലേ? അല്ല ചെയ്യൂലേ? അല്ല പിന്നെ നിങ്ങൾ ഏറുവാടി ഞാൻ കൊണ്ടാക്കേണ്ടി വരും. പക്ഷേ ഇത് പറഞ്ഞത് ശംസുലമേന്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചേലക്കര ഉസ്താദ് ഉറപ്പിച്ചു ഇനി ഓപ്പറേഷൻ വേണ്ടാന്ന്. മൂപ്പര് തിരിച്ചുപോയി ഷൊർണൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ ഒരു പള്ളിയിൽ കയറിയിട്ട് അസറിന് മുമ്പ് നിങ്ങൾ കിടന്നുറങ്ങിയതാ.
അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞതാ, മിന്നാന്ന് എന്നോട് പറഞ്ഞു, ഒരു 19 ആളുകളുണ്ട് ഇങ്ങനെ വരണ കിനാവില്. എന്തെങ്കിലും കിനാവല്ല, അഡ്രസ്സുള്ള കിനാവാണ്. ഒരു 50ഓളം ആളുകൾ ഇങ്ങനെ ഉണ്ട്. അതിലൊരു ആള് വലിയ ആളാണ്, നീട്ടം വലിപ്പമുള്ള ഒരാള്. അവരൊക്കെ കൂടി വന്നിട്ട് മൂപ്പര മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് ഒരാള് ചവിട്ടിനുള്ളിൽ സിറിഞ്ചിട്ട് കുത്താൻ തുടങ്ങി, എന്നിട്ട് സൂചി അടിക്കാൻ തുടങ്ങി. ആ മറ്റാള് കത്തിയിട്ടിട്ട് കുത്താൻ തുടങ്ങി. അതിൽ മൂപ്പര് വേദന കാണുന്നുണ്ട്, 2 ചെവിടും അങ്ങനെ. അപ്പൊ ഈ വലിയ ആള് നിർദ്ദേശം കൊടുക്കും, കൂടെ വന്ന ആൾക്കാർ പണിയെടുക്കും. വലിയ ആള് നിർദ്ദേശം കൊടുക്കും, കൂടെ വന്ന ആള് പണിയെടുക്കും. അപ്പൊ മൂപ്പരിങ്ങനെ ഈ ഉറക്കിൽ തന്നെ മനസ്സിലായി, ഈ നീണ്ട ആള് ദാവൂദുൽ-ഹക്കീമാണല്ലോ, ചുറ്റുള്ള ആൾക്കാർ മൂപ്പര മുരീദന്മാരാണല്ലോ. പണിയൊക്കെ കഴിഞ്ഞു, നോക്കുമ്പോ ഒന്നുമില്ല. നോക്കുമ്പോ ചെവിടിന്റെ വേദന പോയിക്കണ് കേൾക്കണുണ്ട്. തുണി കുപ്പാൻ നോക്കുമ്പോ ചോരയുണ്ട്. ആരെ? മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേട് എന്താ അറിയാ നിങ്ങള്? ജീവിതത്തിൽ ഔലിയാക്കളും ആരിഫ്യങ്ങളും മുമ്പിൽ നിന്നിട്ട് ഓല നിലയും വലിയും ദർജയും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പൊട്ടത്തരം. അള്ളാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ മുമ്പിൽ വലിയ വലിയ ആരിഫ്യങ്ങളും ഔലിയാക്കളും ഉണ്ടാകാം, എന്നിട്ട് നമ്മൾ ഓല ദർജ മനസ്സിലാക്കാതെ ഓല കളിയാക്കാൻ നടക്കുക. ഇതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യക്കേട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവരൊക്കെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ച് പോയ ആൾക്കാരാണ്. നമ്മളെ മുമ്പിൽ ഇങ്ങനെ ജീവിതം കാണിച്ചു എന്ന് പോയ ആളുകളാണ്. അള്ളാഹുവിന്റെ ബാക്കിൽ കൂടാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ അവര് പോയി ഇറങ്ങുന്ന സ്ഥലത്ത് സ്വർഗത്തിൽ നമ്മളും പോയി ഇറങ്ങും. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വീണ്ടും എന്നെയും നിങ്ങളെയും ഉണർത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആനിലൂടെ തസ്കിയത്തിലേക്ക്. ഖുർആൻ തസ്കിയത്തിന് വേണ്ടിയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. 1,00,000 ചില്ലാനം അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്തത് മനുഷ്യന്റെ കൽബിന്റെ തസ്കിയത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാ, അല്ലാതെ സിറ്റി ഉണ്ടാക്കാനല്ല, ആശുപത്രി ഉണ്ടാക്കാനല്ല. മനുഷ്യന്റെ കൽബകത്ത് അറ്റകുറ്റപറ്റി പണികൾ നടത്താനാണ്. മനുഷ്യന്റെ കൽബ് വൃത്തിയാക്കാനാ. ആ കൽബിലേക്ക് അല്ലാഹ് എന്ന ബോധത്തെ സന്നിവേശിപ്പിക്കാനാണ്. അംബിയാ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയും അംബിയാ കുടുംബത്തിലെ നായക പ്രഭുവുമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ വിശ്വമാന വിഗാതയുടെ വിമോചന ഗീതമായ പ്രപഞ്ചത്തിൽ പൂങ്കവരായ മനസ്സിന്റെ ദർപ്പണമായ കൽബിന്റെ കവാടമായ റൂഹിന്റെ റാഹത്തായ വിശ്വാസത്തിന്റെ ശ്വാസമായ വിശ്വമാന വിഗാതയുടെ വിമോചന ഗീതമായ മക്കയിൽ ഉദിച്ച പ്രഭയായ മദീനയിൽ നിദ്ര കൊള്ളുന്ന നിലാവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് ഹജ്ജ് ക്യാമ്പ് ഭംഗിയാക്കിയില്ലേ, മദ്രസ ഭംഗിയാക്കിയില്ലേ, വിദ്യാഭ്യാസ മേഖല ഭംഗിയാക്കിയില്ലേ, സമസ്തക്ക് പുതിയതായ ചൂടും നൽകിയില്ലേ, ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിക്കപ്പെട്ട സകല ഉത്തരവാദിത്തങ്ങളോ അനുയായികളെ അത്ഭുതപ്പെടുത്തിയിട്ട് പൂർത്തീകരിച്ചില്ലേ? എന്താണ് കാരണമെന്നറിയോ? ഉസ്താദ് ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിക്കുന്നതാണ്, അത് അല്ലാഹു മഹ്ശറിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത രോഗം നോക്കാതെ, അതാ ക്ഷീണം നോക്കാതെ, പ്രായം നോക്കാതെ, ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരുടെ ആരോഗ്യമേനിയോട് അതാ അശാന്തമായ പരിശ്രമത്തിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർത്തിയില്ല, വിദ്യാഭ്യാസ ബോർഡിനെ ഉയർത്തിയില്ല, മുഅല്ലിമീങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല. ഏക സിവിൽ കോഡ് വന്നപ്പോൾ ഉത്തരവാദിത്വം ഉസ്താദിനെയല്ലേ ഏൽപ്പിച്ചത്? പെൺകുട്ടികളെ 18 വയസ്സിന്റെ ചർച്ച വന്നപ്പോൾ ഉത്തരവാദിത്വം ഉസ്താദിനെയല്ലേ ഏൽപ്പിച്ചത്? കോടതി കയറി ഇറങ്ങാനുള്ള ഉത്തരവാദിത്വം ആ ഉസ്താദിനെയല്ലേ ഏൽപ്പിച്ചത്? എന്തേ പ്രിയപ്പെട്ടവര്, അതിന്റെ പവർ നിങ്ങൾ കണ്ടില്ല? മഹാനവറുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സയ്യിദ് തൽഖീനായി ഉച്ചസ്ഥലം ചൊല്ലിക്കൊടുത്തപ്പോ ചുണ്ട് ചലിപ്പിച്ചുകൊണ്ടല്ലേ പോയത്? ആ മഹാനായ ബാപ്പു ഉസ്താദിന് പരലോക സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണണ്ടേ?
തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വായിലങ്ങ് ക്യാൻസർ വന്നപ്പോ മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് ഡോക്ടർമാരെ ഒഴിവാക്കിയ സമയത്ത് എങ്ങനെയാ സ്വന്തം ഭാര്യയുടെ ക്യാൻസർ മാറ്റിയതെന്നറിയോ? റൂമിൽ കയറിയിട്ട് കഥ കടച്ചുകൊണ്ട് നാരിയത്ത് സലാത്ത് ചൊല്ലിയിട്ട് ആ വൃദ്ധനായ ഫഖീഹായ സാഹിദായ ദുആക്ക് ഇജാബത്തുള്ള മഹാനായ മനുഷ്യൻ പാതിരാവിൽ നാരിയത്ത് സലാത്ത് ചൊല്ലിയിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ ഭാര്യയുടെ ക്യാൻസർ അങ്ങ് മാറുകയാ. ആ മഹാനവറുകൾ ഉറക്കെ ദിക്ർ ചൊല്ലിയിട്ട് വഫാത്തായില്ലേ? പൊന്നുമോനെ, ഇന്നല്ലെങ്കിൽ നാളെയടാ നമ്മൾ മരിക്കുമ്പോ, വന്യവയോധികരായ കാരണവന്മാരെ നിങ്ങൾ മരിക്കുമ്പോ ഇതുവരെയും ഈ പാവപ്പെട്ട മുത്തഅല്ലിമിന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് ക്ഷമയോടെ കേട്ടിരുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, പെങ്ങന്മാരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളങ്ങ് മരിക്കുമ്പോ, ദുനിയാവിനോട് പിരിയുമ്പോ, മാർബിൾ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയിട്ട് ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട് 6 അടി മണ്ണിലേക്ക് 6 കാലുള്ള കട്ടിലിൽ കയറ്റി താഴ്ത്തുമ്പോ അവിടെ മക്കളില്ല. ഇറങ്ങിക്കിടക്കുന്നത് മാർബിൾ കൊട്ടാരമല്ല, ഫാനില്ല, AC ഇല്ല, TV ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, കയ്യിൽ മൊബൈലില്ല, വായിക്കാൻ ന്യൂസ് പേപ്പർ ഇല്ല, മൂക്കിലൽപ്പം പഞ്ഞുമായി കിടക്കുന്ന പെങ്ങള്, തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ട് കിടക്കുന്ന ചെറുപ്പക്കാരാ, ആ കവളിൽ നിന്ന് കഫൻ തുണി അങ്ങ് മാറ്റപ്പെട്ടാൽ ജീവിതം തുടങ്ങിയില്ലേ? ആ ജീവിതം സ്വർഗമാകണ്ടേ, അവിടെ ഖബർ വിശാലമാകണ്ടേ, പരലോകത്ത് പടച്ചവന്റെ പ്രതാപം അനുഭവിക്കണ്ടേ? മുത്തഖീങ്ങളുടെ അതിഥി മന്ദിരമായ പാലാറ് വീഞ്ഞാറ് കളകളാരവും മുഴക്കൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിൽ കയറി കള്ളുകുടിക്കണ്ടേ, പെണ്ണുമായി രസിക്കണ്ടേ, ജ്യൂസ് കുടിക്കണ്ടേ, പഴങ്ങള് തിന്നണ്ടേ? ഒറ്റമുത്തിൽ നിർമ്മിക്കപ്പെട്ട മണിമന്ദിരങ്ങളില് ആ മണിമന്ദിരങ്ങൾ പൊളിഞ്ഞു പോകൂല. ദ്രവിക്കുന്ന കമ്പിയല്ല, നുറുമ്പുന്ന കുമ്മായമല്ല, പൊടിയുന്ന സിമന്റ് അല്ല. ജന്നത്താനി മിൻ ദഹബിൻ ആനിയത്തുഹുമാ വഹുലിയുഹുമാ വമാ ഫീഹിമാ മിൻ ദഹബ്. ചില പ്രത്യേകമായ കൊട്ടാരങ്ങളില് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ മണിമന്ദിരങ്ങളാ. ആ മണിമന്ദിരങ്ങളിൽ വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള ഹൂറുല്യങ്ങളാ. അതല്ലേ ചെറുപ്പക്കാരാ ജീവിതം? ആ ജീവിതത്തിന് വേണ്ടിയല്ലേ SKSF, ആ ജീവിതത്തിന് വേണ്ടിയല്ലേ SYS, ആ ജീവിതത്തിന് വേണ്ടിയല്ലേ SBV, ആ ജീവിതത്തിന് വേണ്ടിയല്ലേ SKJM, ആ ജീവിതത്തിന് വേണ്ടിയല്ലേ വാള്, ആ ജീവിതത്തിന് വേണ്ടിയല്ലേ സംഘാടനം, ആ ജീവിതത്തിന് വേണ്ടിയല്ലേ സംഭാവന? അല്ലാഹുവേ, ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. ആണുങ്ങളെല്ലാരും മുമ്പോട്ട് വന്നിട്ട് നമ്മളെ SKSFന്റെ കുട്ടികൾ, അവർക്ക് നമ്മളീ തരണമൊക്കെ തന്നെ ഉള്ളൂ. അവരുടെ കയ്യിൽ നേരത്തെ ഫണ്ടൊന്നുമില്ല, പിന്നെ അഡ്രസ് ഇല്ലാത്ത, പിരിവ് പരിചയമില്ലാത്ത ആളുകളുമാണ്. അതുകൊണ്ട് നമ്മളീ കൊടുക്കണമൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ നടക്കാൻ. നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഇത്തക്കുന്നാറ വലോബിശക്തി തമ്ര, ഒരു കാരക്കയുടെ ചീളുണ്ടെങ്കിലും കത്തിക്കാളുന്ന ഭീകരമായ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ നിങ്ങൾക്ക് പറ്റുന്നൊരു സംഖ്യ എന്നുകൊണ്ട് നിങ്ങൾ സ്വാഗതം ചെയ്യുക. ഒരു ബക്കറ്റ് ഇവിടെ വെക്കും. അപ്പോ ഉസ്താദ്മാരാരെങ്കിലും എവിടെ തേന എവിടെ ആരും ബഹുമാനപ്പെട്ട ജമൈതങ്ങൾ പാപ്പ മന്ത്രിച്ച ബഹുമാനപ്പെട്ട നാസറായിതങ്ങൾ തീരെ സംസാരിക്കാത്ത ആളാണ്. നാവ് വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയും. തികഞ്ഞ പണ്ഡിതനാണ്. അംഗീകൃത ത്വരീഖത്തിന്റെ വിരുദുകൾ കൊണ്ടുനടക്കുന്ന ഒരു സൂഫിയായ മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട കാളിയരാണെന്ന് പിന്നെ ഞങ്ങളോട് പറയേണ്ട, ഞങ്ങൾ എന്നും കാണുന്നതാണ്, പേപ്പറിൽ വായിക്കണം. അതോടുകൂടി മുഖത്തേക്കാണ് നോക്കിയാൽ തന്നെ ഇപ്പൊ യമനിൽ നിങ്ങോട്ട് വന്നിരിക്കാൻ തോന്നിപ്പോകും. ആ മുഖത്തന്നെ അറബി പാരമ്പര്യത്തിന്റെ പൈതൃകവും ഹൈബത്തൊക്കെ തുടിച്ചിരിക്കുന്ന ആളാണ്. അവർ ഊതിയത് അഹ്ലുബൈത്ത് പിന്നെ പറയണ്ടല്ലോ, അത് കെസഫീനത്തിൻ നൂഹിൻ എന്നാ. കെസഫീനത്തിൻ എന്ന് പറഞ്ഞാൽ ഈ തേനങ്ങൾ അങ്ങാടി കിട്ടുന്ന പൈസ കൊടുത്താൽ മതി. പക്ഷെ കെസഫീനത്തിൻ നൂഹിൻ എന്നാ പറഞ്ഞു. കാരണം കപ്പൽ എന്ന് പറഞ്ഞാൽ എല്ലാ കപ്പലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ നാളെ ദീപക്ക് വാതിന് കപ്പലിലാ പോയത്. ഫ്ലൈറ്റിന് പോയാൽ മതിയായിരുന്നു, പക്ഷെ കപ്പൽ കയറാനുള്ള ബുദ്ധിമുട്ട് ഞാൻ കപ്പലിന് വരാന്ന് പറഞ്ഞു. ഇപ്പൊ ഗ്രീബേരിനെ വിളിക്കുമ്പോൾ ഞാൻ വരണില്ല എന്ന് പറയും. കാരണം വരണമെങ്കിൽ ഒന്നാമത്തെ സ്ഥലത്ത് ഫ്ലൈറ്റിന് പോകണം എന്നുള്ള. കാരണം അന്ന് കപ്പൽ പോയിട്ടാണ് കുടുങ്ങി. കടലിന്റെ നടുവെന്ന് കപ്പൽ അങ്ങോട്ട് തെരെടുത്തിട്ടിട്ട് ഞാൻ 3 വട്ടം ഷാത്തലും മല്ലി എന്നിട്ട് ഉറക്കാണ്ട് ദിക്കറല്ലേ ആയില്ലല്ലോ. അള്ളഹാനോട് പറഞ്ഞു, മരണം എവിടുന്ന് ഉറപ്പാന്ന് എനിക്ക് അറിയാം അർച്ചോനെ, പക്ഷെ ഇവിടുന്ന് മരിപ്പിക്കല്ലേ. കപ്പലാണ്ട് ഇളകിയിട്ട് മനുഷ്യനാണ്ട് ഇല്ലാതായി എന്താ കാട്ടണം?
ജീവിതത്തിൽ അങ്ങനെ ഛർദ്ദിക്കാത്ത ആളാണ് ഞാൻ. ഛർദ്ദിച്ചങ്ങണ്ട് മുങ്ങിയാണ്. ഇനി അവിടെ പോയിട്ട് വേളറിയാണ് ഛർദ്ദിക്കാൻ വേണ്ടി പോകല്ലേ. അപ്പൊ അതുകൊണ്ട് കപ്പല് വലിയ സുഖമൊന്നും കിട്ടൂല, കയറിയാലപ്പോ അറിയുള്ളൂ. അപ്പോ സഫീനത്ത് നോഹിൻ എന്നാ പറഞ്ഞത്. നൂഹ് നബി ഇസ്ലാമിന്റെ കപ്പലുമാണ്. അത് ധൈര്യത്തിൽ കയറിക്കോളി, അതിൽ ഛർദ്ദിക്കില്ല, അത് മറിയില്ല. കാരണം അതിന്റെ കപ്പിത്താൻ സയ്യിദുന നൂഹ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ തേങ്ങി തേങ്ങി കരയാന്നാ. കാരണം അള്ളാഹിനോർത്ത് തേങ്ങി തേങ്ങി കരഞ്ഞിരുന്ന മഹാനാണ്. മഹാന്മാരെ അമ്പിയാക്കളുടെയൊക്കെ അവരുടെ ആ ക്വാളിഫിക്കേഷൻ എങ്ങനെ അർത്ഥമുണ്ട്. ഈസാ നബിന്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനാണ് റൂഹുല്ലാഹ് ഈസ. എന്തായതിന് കാരണം? റൂഹ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് അവര് മനുഷ്യന്മാർക്ക് റൂഹിട്ട് കൊടുത്തിരുന്ന ആളാണ്. മരിച്ചുപോയ മനുഷ്യന്മാർക്ക് റൂഹിട്ടിട്ട് ജീവിപ്പിച്ചിരുന്ന ആളാണ്. അപ്പൊ റൂഹുല്ല. മാത്രമല്ല ആളുകളെ കൽബിന് തെസ്കിയത്ത് നൽകിയിരുന്ന ആളാണ്. അപ്പൊ റൂഹുല്ല. കാരണം കൽബിന് റൂഹിട്ട് കൊടുക്കുന്ന ആള്. നൂഹ് നബി ഇസ്ലാമിന് നൂഹ് എന്ന് പറയാൻ കാരണം തേങ്ങി തേങ്ങി കരയും അള്ളാൻ ഓർത്തിട്ട്. കരഞ്ഞിട്ട് 2 കവിള് 2 ചാലായി മാറിയിരുന്നു. ചാല് കരഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കൂടി പല്ല് പുറത്ത് കണ്ടിരുന്നു അള്ളാനോർത്ത് കരഞ്ഞിട്ട്. അപ്പോ അഹ്ലുബൈത്ത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ അഹ്ലുബൈത്ത് മന്ത്രിച്ചതാണ് തേൻ. അതന്നെ ഫീ ശിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്ക് ശിഫുണ്ട് എന്ന് അള്ള പറഞ്ഞ തേനാണ്. അതുകൊണ്ട് ഇത് ഒരുപാടുണ്ട്, കുറച്ചൊന്നല്ല, കുറെ ഉണ്ട്. 300 അതെല്ലാരും കൂടി കൊണ്ട് വിളിച്ചെത്തിയാൽ പറ്റൂല. ഒരു 150 ആണ്ടുകൊണ്ടേക്കോളൂ, പെണ്ണുങ്ങളെടുത്ത് കാണുകൊണ്ടേ. ഇതിന്റെ ബാക്കിയാണ്, അതാ 300 പുറമേ ഇതിന്റെ ബാക്കി. അപ്പം ഒരു 300 അപ്പൊ വലിയ. പിന്നെ നിങ്ങൾക്ക് വേറെ ഫണ്ടിന് വേറെ ഉദ്ദേശം ഒന്നും ചില ഈ പരിപാടിക്കാണ് നടന്നു പോകണല്ലേ, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെല്ലാം. അപ്പൊ എന്തെങ്കിലും പൈസ ഒന്ന് കൊടുത്താൽ മതി. അതിപ്പോ എളുപ്പല്ലേ. ഈ പരിപാടിയൊക്കെ നല്ല ആൾക്കാർ കഴിഞ്ഞു പോകണം. 100 റുപ്യക്കൊക്കെ ഞാൻ കൊടുത്ത കാലം മറന്നിക്കണം. എന്റേത് ഏറ്റവും ചുരുങ്ങിയത് 313. അപ്പൊ ബഹുമാനപ്പെട്ട അസീസ് മുസ്ലിയായിരുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഒരു 100 റുപ്യ നിങ്ങൾ എല്ലാവരും തീരുമാനിക്കും. ഇന്ന് പൈസ ഇല്ലാത്തവർ നാളെ കൊടുത്തോളിയും. ഈ പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങൾപ്പാവ് മന്ത്രിച്ച ഈ തേന് ഒന്ന് ഞാനും വാങ്ങും. കാരണം ഞാൻ ഈ തേനോണ്ട് ജീവിക്കുന്ന ആളാണ്. എന്റെ റൂമിൽ എപ്പോഴും തേൻ ഉണ്ടാവും. ഈ സദസ്സിനെ ഞാൻ കൊണ്ടുപോകും. ഇപ്പൊ 2-3 അവിടെ ഉണ്ട്. അതുകൊണ്ടപ്പോ വലിയ നിർബന്ധത്തിൽ കൊണ്ടാത്ത. എന്നാലും 100 റുപ്യ കിട്ടില്ലേ എന്നുള്ളവർക്ക്. അല്ല, 100 റുപ്യക്ക് അടുത്തൊന്നും വാങ്ങിയിട്ടില്ല. ചുരുങ്ങിയത് 500. ഇന്നലെ ഞാൻ വാങ്ങിയത് 500 റുപ്യ കൊടുത്തിട്ടാണ്. അത് ഞാൻ കൊടുക്കും. സംഘാടകർ വേണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെ തീരുമാനമെടുത്തുന്നത് ശരിയല്ലല്ലോ. ജനങ്ങളിൽ ഞാൻ ആദ്യം വാങ്ങിക്കൊള്ളാനിട്ട് പിന്നെ സംഘാടകരോട് ഇതെന്ന് വാങ്ങരുതെറ്റാന്ന് പറഞ്ഞാല് പിന്നെ എന്തിനാ ഈ വേള പറഞ്ഞ്. അപ്പൊ ഞാൻ കൊടുക്കലുണ്ട്. ഇപ്പൊ ഇന്ന് 100 റുപ്യ കിട്ടിക്കുന്നു, അൽഹംദുലില്ലാ. പൈസ കുറച്ചതിനല്ല, എന്നാലും നമുക്ക് മദീന അവർ പറഞ്ഞു. അതുകൊണ്ട് ആദ്യം ഒന്ന് ഞാൻ വാങ്ങാം, പിന്നെ നിങ്ങളെല്ലാരും. പിന്നെ നിങ്ങളെടുത്ത് ചില്ലറ ബാക്കി 400 തരണ്ടോ? ഇല്ലെങ്കിൽ പൊരുത്തപ്പെടാനാണ്. അല്ല, രണ്ടായാലും ഒന്നുകിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാനേ തരണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ്, നിങ്ങൾ